So next topic is vector algebra. Next topic is section formula. Okay, section formula. എളുപ്പമാണ് സെക്ഷൻ ഫോർമുല. ഇപ്പോൾ ഫോർ ഡിസ്കസിങ് ദ സെക്ഷൻ ഫോർമുല ഞാനൊരു എക്സ് വൈ സെഡ് ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. എക്സ് വൈ സെഡ് ആൻഡ് ദിസ് ഈസ് മൈ ഒറിജിൻ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ പോയിന്റ് പി and this is a point Q. Okay, now P എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് വെക്ടർ A. P എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഈസ് P എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ A. ആൻഡ് Q എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ this is vector B. Okay, vector B. Fine. Now I am joining these 2 points and form another vector PQ. Vector PQ in this direction. Vector PQ. So simple. I am considering a point P. P യുടെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ A. Another point Q, position vector on vector B. Now PQ is a vector starting from P and ending at Q. Okay, vector PQ. Now we have a point R on the vector PQ. ഈ R എന്ന് പറയുന്ന പോയിന്റ് it is somewhere on the locus of this vector PQ. PQ എന്ന് പറയുന്ന വെക്ടറിന്റെ ഏതോ ഒരു പോർഷനിലാണ് എവിടെ കിടക്കുന്നത് ഈ പോയിന്റ് R കിടക്കുന്നത്. And it lies on the line in such a way that ഈ പോയിന്റ് ഈ ലൈനിനെ m:n എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിൻസ് ദി പോയിന്റ് ഈസ് ഓൺ ദിസ് വെക്ടർ, ആ വെക്ടറിന്റെ മുകളിലാണ് ആ പോയിന്റ് ഉള്ളത് അല്ലേ, ആ വെക്ടറിന്റെ ലോക്കസിന്റെ എവിടെയാണ് ആ പോയിന്റ് ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് r is internal അല്ലേ, r is internal to the vector PQ. വെക്ടർ PQ ന്റെ ഇന്റേണൽ പോയിന്റ് ആണ് ആര്, R. ഓക്കെ, അപ്പോൾ സെക്ഷൻ ഫോർമുല ഈസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദി പൊസിഷൻ വെക്ടർ ഓഫ് ദിസ് പോയിന്റ്. നമുക്ക് ഈ R എന്ന് പറയുന്ന പോയിന്റിലെ അതിന്റെ പൊസിഷൻ വെക്ടർ, ഓക്കെ, ദിസ് വെക്ടർ R, സ്മോൾ r, ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, ഇക്വേഷൻ എളുപ്പമാണ്. യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദി പ്രൂഫ്, ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബൈ ഹാർട്ട് ദി ഇക്വേഷൻ. ആൻഡ് ഹിയർ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ടു നോട്ട് ഈസ് ദാറ്റ് ദി പോയിന്റ് R ഈസ് ഓൺ ദി ലൈൻ PQ. ഓക്കെ, ഇറ്റ് ഈസ് ഇന്റേണലി ടു ദി ലൈൻ. അപ്പോൾ ശ്രദ്ധിക്കാം, നൗ ഈ PQ എന്ന് പറയുന്ന വെക്ടറിനെ R എന്ന് പറയുന്ന പോയിന്റ് it divides it in the ratio m:n. That is, ശ്രദ്ധിക്കുക, വെക്ടർ PR അല്ലേ, വെക്ടർ PR by വെക്ടർ RQ will be equal to m/n. m/n ratio. The vector PR is somewhat quantity of m, and vector RQ ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ, n into vector PR is equal to m into vector RQ. Now considering this triangle, ഈ ട്രയാങ്കിൾ എനിക്ക് എടുക്കാം അല്ലേ. വാട്ട് ഈസ് ദ ട്രയാങ്കിൾ, ഞാനിവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട്. ദിസ് ഈസ് ഒറിജിൻ, ദിസ് ഈസ് പോയിന്റ് P ആൻഡ് ദിസ് ഈസ് R. ഓക്കെ, ഓയിൽ നിന്ന് പിയിലേക്കുള്ള വെക്ടർ ഞാൻ പറഞ്ഞു അതിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ആൻഡ് ദിസ് ഈസ് വെക്ടർ PR, ആൻഡ് ഒറിജിനിൽ നിന്ന് R എന്നുള്ള പോയിന്റിലേക്ക് വരയ്ക്കുന്നത് വെക്ടർ R. ദാറ്റ് ഈസ് R എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ്. സോ we can apply triangular law of vector addition. Triangular law of vector addition നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലേ. എങ്ങനെ അപ്ലൈ ചെയ്യാം? triangular law of vector addition എന്താ പറയുന്നത്, initial point, starting point of one vector should coincide with the terminal point of another vector അല്ലേ. അപ്പോൾ ഈ വെക്ടർ A ടെർമിനൽ പോയിന്റ് is this അല്ലേ. അതുപോലെ വെക്ടർ PR ന്റെ ഇനീഷ്യൽ പോയിന്റ് is this. ഇത് രണ്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് രണ്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ we can find the sum of these two vectors
ഈ രണ്ട് വെക്ടറിന്റെ സം എന്ന് പറയുന്നത് will be the third side of the triangle formed by them. Okay, അതായത് vector r is equal to എന്ത് വരും? We can write vector a plus vector pr, where ഇവിടെ നമുക്ക് vector pr കിട്ടുമല്ലോ. vector pr is equal to r minus a. vector pr I got r minus a. Similarly, I can consider another triangle also here. Where a triangle would be considered? Right? This one. Here this point is O, this point is R, and this point is Q. Right? Origin R like the vector is nothing but its position vector. And from R to Q, we have vector QR. And origin Q in the point like its position vector. The position vector which is B. Okay. Again, here we have a triangular of addition here. What vector R plus vector QR will be equal to vector B. Right? This vector terminal point and this vector initial point coincide. So, these two vectors add we get the third side of the triangle. Okay, so third side this is vector B. From here we get vector QR as vector B minus R. So, this is the equation apply. Sorry, vector RQ. Sorry, direction vector RQ. We should write the initial point first and terminal point second. Initial point and terminal point. Okay. Now, in this equation, n into PR is, what is PR? Vector R minus A. Okay, and M into, what is RQ? RQ will be vector B minus vector R. Okay, if I open here, I will get minus NA will be equal to MB minus MR. Now R വരുന്ന ആൾക്കാരൊക്കെ ഗ്രൂപ്പ് ചെയ്യണം കേട്ടോ. കാരണം റീസൺ എന്താ? എനിക്ക് ഈ R എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ അല്ലേ, വെക്ടർ സ്മോൾ r ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ R വരുന്ന ടേംസ് ഈ മൈനസ് MR അങ്ങോട്ട് എടുക്കുന്നു, മൈനസ് N അങ്ങോട്ട് എടുക്കുന്നു. സോ വി ഗെറ്റ് NR plus MR is equal to MB minus plus NA. Here R is common. R common ആണ്. പുറത്തെടുത്ത് കഴിഞ്ഞാൽ R vector R is equal to M plus N by M plus N is equal to MB plus NA. So we can get an equation for vector R. Vector R ന്റെ equation കിട്ടില്ലേ? What will be that equation? Vector R is equal to MB plus NA, MB plus NA divided by M plus N. And this is the equation, vector equation of the point R, which divides the line PQ, which divides the vector PQ internally in the ratio M is to N. But the term is internal. This point lies on the locus of the line PQ. This is the line locus. So you only have to by heart this equation. MB plus NA by M plus N. Okay, now for example, for വേറൊരു കൺസെപ്റ്റ് നമുക്ക് ഇവിടുന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ആർ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, ഇതിപ്പോ പി ക്യു എന്ന് പറയുന്ന ലൈനിന്റെ വെക്ടറിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് ആണെങ്കിൽ, ഇഫ് ആർ ഈസ് ദി മിഡ് പോയിന്റ് ആണ് എങ്കിൽ ശ്രദ്ധിക്കുക, ദിസ് പോയിന്റ് വിൽ ഡിവൈഡ് ദി ലൈൻ ഇൻ ദി റേഷ്യോ 1:1 അല്ലേ. ഇവിടെ എത്രയാണോ അത്ര തന്നെയായിരിക്കും ഇത് 1:1 റേഷ്യോ. ദാറ്റ് ഈസ് M is to N എന്നുള്ള റേഷ്യോ will be equal to 1:1 if R is the midpoint. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരും R is equal to M നും N നും ഒക്കെ ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ we get vector B plus vector A by M plus N, that is 1 plus 1, that will be equal to 2. Okay, if R is the midpoint. Okay, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്, രണ്ട് പോയിന്റ്സ് തരും, അതിന്റെ position vector തരും, then we will provide a point R says that R is the midpoint. അങ്ങനെയാണെങ്കിൽ we will have to find the
നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ആറിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. So this is the equation for finding out the point R which divides the vector PQ in the ratio m:n internally. Okay, the same condition if ഈ പോയിന്റ് ഇപ്പോൾ ഈ ലൈനിന്റെ ലോക്കസിലാണുള്ളത് അല്ലേ. ഇപ്പോൾ ലോക്കസിന് പുറത്ത് സംവെയർ അറൗണ്ട് ഹിയർ 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 വേറെ എവിടെയെങ്കിലും വന്നു എക്സ്റ്റേണലി ആയിട്ട് വന്നു. ഓക്കെ, ആ സമയത്തും വി ക്യാൻ ഡിഡ്യൂസ് എൻ ഇക്വേഷൻ. ഓക്കെ, സോ ദാറ്റ് വി വിൽ ഡു. അപ്പോൾ അതിലേക്ക് കടക്കാം. ജസ്റ്റ് ആക്കിയാണ് കേട്ടോ അതൊന്ന്. ഒന്നുമില്ല, സെയിം പ്രൊസീജിയർ, സെയിം ഇക്വേഷൻ. ഒരു പ്ലസ് ഉള്ളിടത്തൊക്കെ എന്ത് വരും, മൈനസ് വരും എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഫോർ ദാറ്റ് ഞാനൊരു എക്സ് വൈ സെറ്റ് ആക്സിസ് 0 ഒറിജിൻ എക്സ് വൈ സെറ്റ്. ഓക്കെ, so considering a point P here, point Q here, point P here, point Q here, and this is the point. Origin നിന്ന് P-ലേക്ക് വരയ്ക്കുന്ന വെക്ടർ ഇതിന്റെ പൊസിഷൻ വെക്ടർ അല്ലേ, ടേക്കിംഗ് ഇറ്റ് ആസ് A. and origin നിന്ന് യെസ് ക്യൂവിലേക്ക് വരയ്ക്കുന്നത്, ക്യൂവിലേക്ക് വരയ്ക്കുന്ന പോയിന്റ്, സോറി ക്യൂവിലേക്ക് വരയ്ക്കുന്ന വെക്ടർ, ഇറ്റ് ഈസ് ഇറ്റ്സ് പൊസിഷൻ വെക്ടർ B. ഓക്കെ, and there is a vector joining this vector PQ. Okay, now there is a point R here പുറത്താണ് കേട്ടോ. ഓക്കെ, ഈ പോയിന്റ് എവിടെ കിടക്കുന്നത്, ആ ലൈനിന് പുറത്തായിട്ടാണ് കിടക്കുന്നത് അല്ലേ. നേരത്തെ നമ്മൾ ചെയ്ത കണ്ടീഷനകത്ത് ആർ എന്നുള്ള പോയിന്റ് ഇവിടെയായിരുന്നു, സംവെയർ അറൗണ്ട് ഈ ലൈനിന്റെ ലോക്കസിലായിരുന്നു, വെക്ടറിന്റെ ലോക്കസിലായിരുന്നു അല്ലേ. സോ ഹിയർ ഇസ് മൈ പോയിന്റ് ആർ. ഓക്കെ, നൗ ദിസ് ഇസ് പോയിന്റ് ആർ. ഈ ആർ എന്ന് പറയുന്ന പോയിന്റ് ഈ പി ക്യു എന്ന് പറയുന്ന ലൈനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഈസ് ടു ദിസ് ഹിയർ. ഈ പോയിന്റ് പിയിൽ നിന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസ് ഇസ് എം ആൻഡ് സെയിം ആറിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് ദിസ് ഈസ് എൻ. ഓക്കെ, ഹിയർ ഓൾസോ എം ഈസ് ടു എൻ റേഷ്യോ ബട്ട് ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ഡിവിഷൻ. ആ പോയിന്റ് ലൈനിന്റെ പുറത്താണ്. ഓക്കെ, ഹിയർ ഓൾസോ വി ഹാവ് ടു ഫൈൻഡ്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, യെസ് ആർ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, ദിസ് ആർ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കും. ഫോർ ദാറ്റ് ഞാൻ ഈ ട്രയാങ്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. വി നോ ദാറ്റ് യെസ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് m:n എന്നാണ് അല്ലേ. ദാറ്റ് ഈസ് ഈ പോയിന്റ് പിയിൽ നിന്ന് നമ്മുടെ പുറത്തുള്ള പോയിന്റ് ആറിലേക്കുള്ള ആ വെക്ടർ ആരാണ്, വെക്ടർ PR ഈസ് ടു ക്യൂവിൽ നിന്ന് ആറിലേക്കുള്ള വെക്ടർ ഈസ് വെക്ടർ QR അല്ലേ. അപ്പോൾ PR ഈസ് ടു QR എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന റേഷ്യോ എന്താ, m:n. സോ ഐ ക്യാൻ റൈറ്റ് PR by QR will be equal to m/n. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ n into PR which will be equal to m into QR ആണല്ലോ അല്ലേ. We have to find this PR and QR. Okay, for considering PR അല്ലേ, PR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് I am taking that ഏറ്റവും പുറത്തുള്ള ഏറ്റവും വലിയ ആ ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ് കേട്ടോ. What is the triangle? Yes, this is O, this is P, ഈ വെക്ടർ ആണ് A. Okay, now this is my point R and its position vector is R, and this is vector PR. Okay, P condition ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. So here applying triangular law, yes, vector A plus vector PR will be equal to R. This plus this will give us the closing side. So vector PR we get as R minus A.
r minus a. Similarly, considering another triangle, ഈ QR വരുന്ന ട്രയാങ്കിൾ ഏതാണ്? QR വരുന്ന ട്രയാങ്കിൾ സ്മോൾ ട്രയാങ്കിൾ അല്ലേ? ഞാനിവിടെ വരയ്ക്കുകയാണ്. This is the triangle, small triangle. Okay, this is my origin, this is my point Q, this is my point R. Origin നിന്ന് Q ലേക്ക് വരയ്ക്കുന്നതിന്റെ പൊസിഷൻ വെക്ടറാണ് B. Origin നിന്ന് R ലേക്ക് വരയ്ക്കുന്നതിന്റെ പൊസിഷൻ വെക്ടറാണ് വെക്ടർ R, and this is my വെക്ടർ QR. അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കുലർ ലോ ഓഫ് ട്രഡീഷൻ കൊടുക്കാം അല്ലേ? ട്രയാങ്കുലർ ലോ ഓഫ് ട്രഡീഷൻ കൊടുത്ത് കഴിയുന്ന സമയത്ത് വെക്ടർ B plus vector QR B equal to R. Here also QR you will get as QR is equal to R minus B. Okay, അപ്പോൾ രണ്ടുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. N into PR. What is PR? R minus vector A, which is equal to N into QR. What is QR? Vector R minus vector B. Okay, now bracket open ചെയ്യാം. N into R minus N into vector A, which is equal to N into R minus, sorry, here it is M into R minus M into P. Now we have to find, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find this R. R ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? So R വരുന്ന ടേംസ് ഒക്കെ ഞാൻ ഗ്രൂപ്പ് ചെയ്യണം കേട്ടോ. I am taking this minus MB to here and NR to there. അപ്പോൾ എന്ത് വരും? മൈനസ് MB ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് MB is equal to MR minus NR. ഇവിടെ നിന്ന് നമുക്ക് R ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? MB minus NA which will be equal to R ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ I get as minus N. Here ഇവിടെ നിന്ന് we can reduce an equation for vector R. Vector R will be equal to ഈ M minus N ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ that is MB minus NA divided by M minus N. So this is the equation for the vector for the point R which divides the line PQ in the ratio M is to N. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഡിവിഷൻ. ഓക്കെ, ഇപ്പോൾ ഇന്റേണൽ ഡിവിഷൻ ആയ സമയത്ത് ഇത് രണ്ടും പ്ലസ് വന്നു, എക്സ്റ്റേണൽ ഡിവിഷൻ ആകുമ്പോൾ എന്താ? ഇത് രണ്ടും മൈനസ് വന്നു. യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദി പ്രൂഫ്, പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് തരുള്ളൂ. R divides the line external അല്ലെങ്കിൽ internal, അതായിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പോൾ എക്സ്റ്റേണലി ഇൻ ദി റേഷ്യോ M is to N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have to take this equation. Okay, and internally in the ratio M is to N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have to take MB plus NA by M plus N എന്ന് പറയുന്ന ഇക്വേഷൻ. So this is about section formula. രണ്ട് ഇക്വേഷൻസ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ് സ്പെഷ്യൽ കേസ് കൂടി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ R മിഡ് പോയിന്റ് ആണ് എങ്കിൽ that ratio M is to N എന്ന് പറയുന്ന റേഷ്യോ എന്താണ്? 1:1. that is R എന്ത് വരും? അപ്പോൾ B plus A by 2. ഓക്കെ, അതുകൂടി ഒന്ന് പഠിച്ചിരിക്കുക. So this is about section formula. We will move to exercise 10.2. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന തിയറി കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് എക്സസൈസ് 10.1 എളുപ്പമാണ്, കുറച്ച് 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വി ആർ സ്ട്രേറ്റ് അവേ മൂവിങ് ടു എക്സസൈസ് 10.2. അപ്പോൾ 10.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്യുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്പ്യൂട്ട് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോളോയിങ് വെക്ടേഴ്സ്. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. വെക്ടർ A is equal to I plus J plus K. വെക്ടർ B is equal to 2I minus 7J minus 3K. and vector C is equal to 1 by root 3I 1 by root 3J minus 1 by root 3K. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ IJK എന്ന സമയത്തൊക്കെ ക്യാപ്പ് ഇടണം കേട്ടോ, മറക്കരുത്. കാരണം ദീസ് ആർ യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് XYZ. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ക്യാപ്പ് കൊടുക്കണം നൊട്ടേഷനകത്ത്. ഓക്കെ, സോ നമുക്ക് ഈ 3 വെക്ടേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ ഒന്നുകൂടി പറയുകയാണ്, മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നതായിരുന്നു അളവായിരുന്നു അല്ലേ? സോ ഈ വെക്ടേഴ്സൊക്കെ തന്നെ എന്തിനെ ഡിനോട്ട് ചെയ്യുന്ന വെക്ടേഴ്സാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ഫിസിക്കലി പറഞ്ഞിട്ടില്ല നമുക്ക്. ഇപ്പോൾ വെദർ ഇറ്റ് ബി ഫോഴ്സ് ആണെങ്കിൽ അല്ലേ, ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന വെക്ടേഴ്സ് ആണെങ്കിൽ വെക്ടർ A എത്ര ന്യൂട്ടൺ ആണ്, വെക്ടർ B എത്ര ന്യൂട്ടൺ ആണ്. ഇപ്പോൾ വെലോസിറ്റി ആണെങ്കിൽ വെക്ടർ C എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ ആ ഒരു അളവ് കണ്ടുപിടിക്കാനാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ? സോ ഒരു XI plus YJ
പ്ലസ് സെറ്റ് കെ, ഇങ്ങനെ ഒരു കമ്പോണൻറ്റ് ഫോമുള്ള ഒരു വെക്റ്റർ. ഇപ്പോൾ ഈ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പോൾ വെക്റ്റർ എ is equal to xi plus yj plus zk. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദിസ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഡിഫൈൻഡ് ബൈ, എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ഐ ജെ കെയുടെ കോഎഫിഷ്യൻറ്റുകൾ ഏതൊക്കെയാണ്, ദെയർ സ്കെയിലർ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്, എക്സ് വൈ സെഡ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക സമപ്പ് ചെയ്യുക കേട്ടോ. സോ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക, നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു വെക്ടർ ഏതൊന്നും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് വെക്ടർ എയുടെ സ്കെയിലാർ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, സോ ഹിയർ വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ. സോ വാട്ട് വിൽ ബി ദി magnitude root of 1 square plus 1 square plus 1 square, it will be root 3. Okay, and what is magnitude of vector b? Vector b നമുക്കറിയാം 2i minus 7j minus 3k അല്ലേ. സോ എന്ത് വരും, 2i 2 square plus minus 7 square plus minus 3 square അല്ലേ. ഐയുടെ കോഎഫിഷ്യന്റ് 2 square, ജെയുടെ കോഎഫിഷ്യന്റ് -7 -7 square, കെയുടെ കോഫിഷ്യൻ്റ് -3 -3 ഹോൾ സ്ക്വയർ അല്ലേ. 4 49 53 പ്ലസ് 9 വി ഗെറ്റ് 62 റൂട്ട് 62. ഓക്കെ, വാട്ട് വിൽ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡ് സി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ സി അല്ലേ. ഐ ജെ കെ കോമ്പൗണ്ട്സ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് 1/√3 സ്ക്വയർ വിൽ ഗെറ്റ് 1/3. ജെയുടെ കോഫിഷ്യൻ്റ് 1/√3 ആണ്, അതിൻ്റെ സ്ക്വയർ അഗെയിൻ 1/3. കെയുടെ കോഫിഷ്യൻ്റ് -1/√3 അല്ലേ. ഇത് സ്ക്വയർ ഇതെന്താ വരിക, അഗെയിൻ 1/3 തന്നെ വരിക അല്ലേ. സെയിം ഡിനോമിനേറ്റർ 3/3 വിൽ വി ഗെറ്റ് 1 ആസ് ദി ആൻസർ. ഓക്കെ, സോ ദിസ് ഈസ് എ യൂണിറ്റ് വെക്ടർ. ഇയാൾ എന്താണ്, യൂണിറ്റ് വെക്ടർ. കാരണം എന്താ, മാഗ്നിറ്റ്യൂഡ് നമുക്ക് എത്ര കിട്ടുന്നത്, 1 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഒരു വെക്റ്റർ തന്നു കഴിഞ്ഞാൽ, കമ്പോണൻറ്റ് ഫോമിലുള്ള ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ വി ആർ റെഡി, വി ഹാവ് ലേൺഡ് ടു എങ്ങനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം എന്നുള്ളത് ക്ലിയറാണ്. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ഐ ജെ കെ കോമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻ എക്സ് വൈ സെഡ്, അതിൻ്റെ സ്ക്വയറുകൾ എടുക്കുക, ആഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, ക്ലിയർ. സോ വിൽ മൂവ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സസൈസ് 10.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വി ഹാവ് ടു റൈറ്റ് 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ, വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് കൂടി കയ്യിൽ വെക്കുക കേട്ടോ. കാരണം ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, സോ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുക. ഓക്കെ, സോ എക്സസൈസ് 10.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വി ഹാവ് ടു റൈറ്റ് 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ്, 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എഴുതണം. ബട്ട് എന്താ റീസൺ, ദേ ഷുഡ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. പക്ഷേ 2 വെക്ടേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കണം അല്ലേ. എപ്പോഴാണ് 2 വെക്ടേഴ്സ് ഡിഫറെൻ്റ് ആവുക, അവരുടെ ഐ ജെ കെ കോമ്പോണൻസ് ഡിഫറെൻ്റ് ആയിരിക്കണം അല്ലേ. റൈറ്റ്, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാനൊരു വെക്ടർ എഴുതി 3i + 4j + 5k. ഓക്കെ, 3i + 4j + 5k. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക, 3 സ്ക്വയർ + 4 സ്ക്വയർ + 5 സ്ക്വയർ അല്ലേ. 9 + 16 + 25 എത്ര വരും, 25 + 25 √50 അല്ലേ, √50 വരും. 9 16 25 25 + 25 √50. ഓക്കെ, നൗ യൂസിങ് ദിസ് വെക്ടർ, നമുക്ക് ഇഷ്ടമുള്ള വെക്ടർ എഴുതാം കേട്ടോ. നമുക്ക് വേറൊരു വെക്ടർ എഴുതണം സച്ച് ദാറ്റ് അവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ബട്ട് ഇതിന് ഡിഫറെൻ്റ് ആയിരിക്കണം അല്ലേ. സോ ഞാൻ ഈ 3 4j 3 4 5 അല്ലേ ഒന്ന് ഷഫിൾ ചെയ്ത് ഇങ്ങനെ എഴുതിയാലോ, 5i + 3j + 4k. ഇപ്പോൾ ഈ 2 വെക്ടർ ഈക്വൽ ആണോ, അല്ല. എപ്പോഴാണ് 2 വെക്ടേഴ്സ് ഈക്വൽ ആവുക, 2 വെക്ടേഴ്സ് a1i a2j a3k ഇതൊരു വെക്ടർ, b1i b2j b3k അല്ലേ. ഈ 2 വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി, ഇത് എപ്പോഴാണ് ഈക്വൽ ആവുക, ദേ ഷുഡ് ഹാവ് സെയിം ഡയറക്ഷൻ. ആൻഡ് ഇതിൻ്റെ കമ്പോണൻസ് അല്ലേ, കമ്പോണൻസ് a1 ഷുഡ് ബി ഈക്വൽ ടു b1, a2 ഷുഡ് ബി ഈക്വൽ ടു b2, a3 ഷുഡ് ബി ഈക്വൽ ടു b3.
ഇത്രയും ഈക്വൽ ആയി കഴിഞ്ഞാൽ മാത്രമേ ദേ ആർ ഈക്വൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഹിയർ വി ആർ നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വി ഹാവ് ടു റൈറ്റ് ടു ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്. ഞാൻ എഴുതി. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ 3i + 4j + 5k തന്നെ എടുക്കണമെന്നില്ല. യു ക്യാൻ ഗോ ഫോർ അനദർ എക്സാമ്പിൾ ഓൾസോ. ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നതിന് പകരം -i + 2j + k ഇങ്ങനെ ഒരു വെക്ടർ എടുത്തു. ഹിയർ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക, -1² 2² + 1² എത്ര 1 1 2 2 4 √5 വരും അല്ലേ. ഇതേ കോഎഫിഷ്യൻറ്റുകൾ ഷഫിൾ ചെയ്ത് എഴുതിയാൽ മതി. -2i - j + k ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്തിനാ സെയിം തന്നെയാണ്, 4 + 1 + 1 അല്ലേ, √5 തന്നെ. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി അല്ലേ. രണ്ട് ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എഴുതണം ബട്ട് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങളൊരു വെക്ടർ എഴുതുക, അതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ijkയുടെ കോഎഫിഷ്യൻറ്റുകൾ ഷഫിൾ ചെയ്ത് എഴുതുക. ഓക്കെ ഡീൽ. സോ വി മൂവ് ടു അവർ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ടു ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഹാവിങ് സെയിം ഡയറക്ഷൻ. റൈറ്റ് ടു ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഹാവിങ് സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക, നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്, ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ. ഓക്കെ, അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ഒന്നുമില്ല. ഇപ്പോൾ ഐ എം ഹാവിങ് എ വെക്ടർ എ കേട്ടോ, ഒരു വെക്ടർ എ എന്ന് പറയുന്ന ആൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വെക്ടർ എയുടെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്കെയിലാർ എന്ന് പറഞ്ഞാൽ എന്താ, സം ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് അല്ലേ, ജസ്റ്റ് ലൈക്ക് 1 2 3 ലാംഡ k ഇതൊക്കെ എന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി, കോൺസ്റ്റൻ്റാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ വെക്ടറിൻ്റെ കൂടെ എന്ത് കൊടുക്കുന്നു, ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യും, ലാംഡ a. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ലാംഡ ഇപ്പോൾ 2 ആണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു വെക്ടർ എ അതിൻ്റെ കൂടെ ഞാൻ ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ദാറ്റ് ഈസ് 2. ഓക്കെ, ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് എന്തായിരിക്കും, ഐ എം ഹാവിങ് എ വെക്ടർ എ 2a എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതേ ഡയറക്ഷനിലുള്ള ഇതിനേക്കാളും 2 ഇരട്ടി വലുപ്പമുള്ള ഒരു വെക്ടർ ദാറ്റ് ഈസ് 2a. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ -1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വെച്ചോ, -1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ, -1 × a ദാറ്റ് ഈസ് മൈനസ് വെക്ടർ എ ആണ് ഉള്ളതെങ്കിൽ വി ആർ ഹാവിങ് വെക്ടർ എ ഇവിടെ ഉണ്ടല്ലേ, -a വുഡ് ബി റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കില്ലേ, -a സെയിം മാഗ്നിറ്റ്യൂഡ് പക്ഷേ ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. ഇപ്പോൾ ഞാൻ 1/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വെച്ചു വെക്ടർ എ, വി ഗെറ്റ് സെയിം ഡയറക്ഷൻ തന്നെ വെക്ടർ എയേക്കാൾ പകുതിയായിട്ടുള്ള വെക്ടർ 1/2 ഓഫ് വെക്ടർ എ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് എന്ത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് ഇവിടെ, വി ഹാവ് ടു ഫൈൻഡ് two different vectors having സെയിം ഡയറക്ഷൻ അല്ലേ. ഇപ്പോൾ സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ എടുക്കുന്നത്. ഞാനൊരു വെക്ടർ എടുക്കുകയാണ് i + j + k. ദിസ് ഈസ് മൈ വെക്ടർ എ, ഒരു യൂണിറ്റ് വെക്ടർ കേട്ടോ, യൂണിറ്റ് വെക്ടർ അല്ല, i + j + k ഒരു വെക്ടർ. ഓക്കെ, അപ്പോൾ ഇത് വെക്ടർ എ ആണ്, ഞാൻ അങ്ങനെ വരച്ചു. ഓക്കെ, ഇപ്പോൾ ഇതേ ഡയറക്ഷനിലുള്ള വേറൊരു വെക്ടർ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെന്ത് ചെയ്യണം, ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലേ. ലാംഡ എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ഇൻ ദ സെയിം ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ ഇത് മൈനസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ വെക്ടർ എ ഇത് ചെയ്തു അല്ലേ, വാട്ട് വിൽ ബി 3a ഒരു 3 മൾട്ടിപ്ലൈ ചെയ്താൽ വാട്ട് വിൽ യു ഗെറ്റ് 3i + 3j + 3k. ഇറ്റ് വിൽ ബി ഇൻ ദി സെയിം ഡയറക്ഷൻ അല്ലേ. എ ഇതാണെങ്കിൽ 3 എന്ത് വരും, ഇതിനേക്കാൾ 3 ഇരട്ടി വലുപ്പം 3a. ഓക്കെ, സോ രണ്ട് ഡിഫറെൻറ്റ് വെക്ടേഴ്സാണ്, പക്ഷേ ദേ ആർ ഹാവിങ് സെയിം ഡയറക്ഷൻ അല്ലേ. ഇത് വെക്ടർ എ ഇത്രയേ ഉള്ളൂ, ചെറിയ മാഗ്നിറ്റ്യൂഡാണ്. വെക്ടർ 3 എന്ന് പറഞ്ഞാലോ സെയിം ഡയറക്ഷൻ, അതിനേക്കാൾ 3 ഇരട്ടി വലുപ്പമുണ്ട്, മാഗ്നിറ്റ്യൂഡ് കൂടി. സോ ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ആണ്, പക്ഷേ ദേ ആർ ഹാവിങ് സെയിം ഡയറക്ഷൻ.
ഓക്കെ, അപ്പോൾ സെയിം ഡയറക്ഷനിലുള്ള രണ്ട് ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ ഇപ്പോൾ 2i പ്ലസ് 1j പ്ലസ് 3k ഇങ്ങനെ ഒരു വെക്ടർ ഞാൻ എടുത്തു. വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i പ്ലസ് 1j പ്ലസ് 3k. ഓക്കെ, ഇപ്പോൾ ഇതിനെ സെയിം ഡയറക്ഷനിലുള്ള ഡിഫറെൻറ്റ് വെക്ടർ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇതിനെ കൊണ്ടൊരു 2 ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം മൾട്ടിപ്ലൈങ് വിത്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 8a പ്ലസ് 4j പ്ലസ് 12k. ദിസ് ഈസ് അനദർ വെക്ടർ ഇൻ ദി സെയിം ഡയറക്ഷൻ. പക്ഷേ എന്താണ്? ദേ ആർ നോട്ട് ഈക്വൽ, ദേ ആർ ഡിഫറെൻറ്റ്. ഓക്കെ, ഇപ്പോൾ രണ്ട് കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? ഫസ്റ്റ് കൺസെപ്റ്റ് എന്തായിരുന്നു? തൊട്ട് മുന്നേ വി ഹാവ് ടു റൈറ്റ് ടു വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആൻഡ് ഈ കേസ് ഓൾസോ. ഓക്കെ, എളുപ്പമാണ്. നൗ മൂവിങ് ഓൺ ടു അവർ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് x and y. Find the values of x and y so that vectors 2i plus 3j and xi plus yj are equal. Okay, but we have to find the values of x and y such that 2i plus 3j is equal to xi plus yj. ഓക്കെ, ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് ഈക്വൽ വെക്ടേഴ്സ് ആവുന്നത്? വാട്ട് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് ഈക്വൽ വെക്ടേഴ്സ് അല്ലേ? എന്താ ഈക്വൽ വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റ്? ടു വെക്ടേഴ്സ് ആർ ഈക്വൽ ഇഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ സെയിം. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിക്കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ? വെക്ടേഴ്സ് ഈക്വൽ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈക്വൽ വെക്ടേഴ്സ് ആവാൻ ഞാൻ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് സെയിം ആവണം അല്ലേ? മാഗ്നിറ്റ്യൂഡ് സെയിം ആവാൻ എയ്തർ ഇങ്ങനെ 2i പ്ലസ് 3j എഴുതി കഴിഞ്ഞാലും മൈനസ് 2i മൈനസ് 3j എഴുതി കഴിഞ്ഞാലും 2i മൈനസ് 3j അല്ലേ? ഇതൊക്കെ എഴുതി കഴിയുമ്പോൾ മൈനസ് 2i പ്ലസ് 3j ഇതൊക്കെ എഴുതി കഴിഞ്ഞാലും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ? വി ഗെറ്റ് മാഗ്നിറ്റ്യൂഡ് ആസ് 4 പ്ലസ് 9 √13 കിട്ടും ഇൻ ഓൾ ദീസ് കേസസ്. പക്ഷേ നമുക്ക് എന്ത് വേണം? ഡയറക്ഷനും കൂടി സെയിം ആവണം അല്ലേ? സോ ഡയറക്ഷനും കൂടി സെയിം ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ദേ ഷുഡ് ബി ഇവിടെ കറസ്പോണ്ടിങ് ഐയുടെയും ജെയുടെയും കോഎഫിഷ്യൻറ്റുകൾ കൂടി ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 2, അതുപോലെ വൈ ഷുഡ് ബി ഈക്വൽ ടു 3. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? ഈ രണ്ട് വെക്ടേഴ്സ് എന്താവുള്ളൂ? ഈക്വൽ വെക്ടേഴ്സ് ആവുള്ളൂ അല്ലേ? ഇപ്പോൾ എക്സിന് 2ഉം വൈക്ക് ജെയും കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് 2i പ്ലസ് 3j വിച്ച് ഈസ് ഈക്വൽ ടു ദിസ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ കൺസെപ്റ്റ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈക്വൽ വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു? ദേ ഷുഡ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. ഓക്കെ, സോ ദിസ് വാസ് അവർ ഫോർത്ത് ക്വസ്റ്റ്യൻ. So moving on to our fifth question. Find the scalar and vector components of a vector. We have to find scalar and vector components. Scalar components ഉം vector components ഉം കണ്ടുപിടിക്കണം. Of vector with initial point 2,1 and terminal point -5, 7. ഓക്കെ, ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ്, രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? ഒരു വെക്ടർ അല്ലേ? എ ബി ഡയറക്റ്റഡ് ഫ്രം എ ടു ബി. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, ടെർമിനൽ പോയിന്റ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ പോയിന്റ് ഈസ് 2,1 ആൻഡ് ടെർമിനൽ പോയിന്റ് ഈസ് -5,7. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദി സ്കേലാർ ആൻഡ് വെക്ടർ കമ്പോണൻസ് അല്ലേ? ഈ സ്കേലാർ വെക്ടർ കമ്പോണൻസ് ഒക്കെ എവിടെ ഉണ്ടാവുക? നമുക്കറിയാം, ഒരു വെക്ടറിൻ്റെ കമ്പോണൻറ്റ് ഫോം ഈസ് xi പ്ലസ് yj പ്ലസ് zk. xi പ്ലസ് yj പ്ലസ് zk. ഓക്കെ, ദിസ് ഈസ് ഈ വെക്ടർ കമ്പോണൻറ്റ് ഫോം അല്ലേ? ഇതിനകത്ത് ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്നതാണ് എന്ത്? സ്കേലാർ കോമ്പോണൻസ് ആൻഡ് xi
yj zk. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? വെക്റ്റർ കോമ്പോണൻസ്. ഓക്കെ, അപ്പോൾ സ്കെയിലാർ കോമ്പോണൻസും വെക്റ്റർ കോമ്പോണൻസും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ കമ്പോണൻറ്റ് ഫോം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ കമ്പോണൻറ്റ് ഫോം കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ തിയറി പോർഷൻ അത് പറഞ്ഞിരുന്നു, വെക്റ്റർ ജോയിനിങ് 2 പോയിന്റ്സ് അല്ലേ? എ ബി അല്ലേ? ഇപ്പോൾ വെക്റ്റർ എ ബി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു അല്ലേ? ഇതിന് ഇനീഷ്യൽ പോയിന്റ് എ ആണ് ആൻഡ് ടെർമിനൽ പോയിന്റ് ബി ആണ്. ദിസ് ഈസ് ഇനീഷ്യൽ പോയിന്റ് എ, ടെർമിനൽ പോയിന്റ് ബി അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഒ ബി മൈനസ് ഒ എ അല്ലേ? വാട്ട് ഈസ് ഒ ബി എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്റ്റർ ഒ ബി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി. മനസ്സിലാക്കുക, പൊസിഷൻ വെക്റ്റർ ഓഫ് ബി. ആൻഡ് വാട്ട് ഈസ് ഒ എ? ഒറിജിനിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്റ്റർ ഒ എ, ദറ്റ് ഈസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. ഒ ബി മൈനസ് ഒ എ. നമുക്കറിയാം ബി എന്നുള്ള പോയിന്റ് ഈസ് -5 7 അല്ലേ? ഇയർ ഒറിജിൻ ഈസ് 0 0. ഒ എ വി ഗെറ്റ് ആസ് 2 1. ഓക്കെ, സോ ഒ ബി എത്ര വരും? വെക്റ്റർ ഒ ബി എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, ഇയർ ചെയ്ത പോലെ തന്നെ എന്താ? ഒ ബി ടെർമിനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് അല്ലേ? ടെർമിനൽ പോയിന്റ് ഈസ് -5. -5 മൈനസ് 0 ഈസ് -5 മൈനസ് 0 i പ്ലസ് അല്ലേ? ബി 7 മൈനസ് 0 j. വി ഗെറ്റ് ആസ് -5i പ്ലസ് 7j. എന്ത് കിട്ടി? ഒ ബി കിട്ടി അല്ലേ? സിമിലർലി നമുക്ക് എന്ത് കിട്ടി? ഒ സി, ഒ എ. വാട്ട് വി ഗെറ്റ് ആസ് ഒ എ വിൽ ബി യെസ് 2 മൈനസ് 0 i പ്ലസ് 1 മൈനസ് 0 j, ദറ്റ് ഈസ് 2i പ്ലസ് j. ഓക്കെ, അപ്പോൾ നമുക്ക് ഒ എയും ഒ ബി ഒക്കെ കിട്ടി. നമുക്കിവിടെ എഴുതാമല്ലോ അല്ലേ? ഞാനിവിടെ വൈപ്പ് ചെയ്യുന്നുണ്ട്. എ ബി സി ഈക്വൽ ടു ഒ ബി മൈനസ് ഒ എ. വാട്ട് ഈസ് ഒ ബി? ഒ ബി നമുക്ക് കിട്ടി -5i പ്ലസ് 7j അല്ലേ? മൈനസ് ഒ എ എന്ത് കിട്ടി? ഒ എ ഈസ് 2i പ്ലസ് j. ഓക്കെ, ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് അതിൻ്റെ എന്ത് ഫോമിൽ തന്നെ കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ? ഇപ്പോൾ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? കറസ്പോണ്ടിങ് ഐയുടെയും ജെയുടെയും കോഎഫിഷ്യൻറ്റുകൾ എടുക്കുക അല്ലേ? ഇവിടെ ഐയുടെ കോഎഫിഷ്യൻറ്റ് ഈസ് -5, ഹിയർ ഇറ്റ് ഈസ് 2 അല്ലേ? ഇവിടെ ജെയുടേത് 7ഉം ഇവിടെ ഇറ്റ് ഈസ് +1. ഓക്കെ, സോ അപ്പോൾ അതെങ്ങനെ നമുക്ക് കിട്ടും നോക്കാം. -5 മൈനസ് 2i പ്ലസ് ജെയുടേത് ഏതൊക്കെയാണ്? 7 മൈനസ് 1j. ഓക്കെ, സോ എന്ത് കിട്ടി? -7i പ്ലസ് 6j. സോ ഐ ഗോട്ട് എ ബി, വെക്റ്റർ എ ബി ആസ് വെക്റ്റർ എ ബി നമുക്ക് എന്ത് കിട്ടി? -7i പ്ലസ് 6j എന്ന് കിട്ടി. ഓക്കെ, ഒന്നുമില്ല, ഇപ്പോൾ ഒരു വെക്റ്റർ രണ്ട് പോയിന്റ് എയും ബിയെയും ബന്ധിപ്പിക്കുന്ന വെക്റ്റർ എ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? പൊസിഷൻ വെക്റ്റർ ഓഫ് ടെർമിനൽ പോയിന്റ് മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ഇനീഷ്യൽ പോയിന്റ്. ഇപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി -7i പ്ലസ് 6j ആണ് എന്ത്? എൻ്റെ വെക്റ്റർ എ ബി. വെക്റ്റർ എ ബി ഈസ് ഈക്വൽ ടു -7i പ്ലസ് 6j. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് സ്കേലാർ കോമ്പോണൻസ് അല്ലേ? ഇപ്പോൾ സ്കേലാർ കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഐയുടെയും ജെയുടെയും കോഎഫിഷ്യൻസ് അല്ലേ? ഇപ്പോൾ ഇവിടെ ഐയുടെ കോഎഫിഷ്യൻറ്റ് ഈസ് -7, ജെയുടെ കോഎഫിഷ്യൻറ്റ് ഈസ് 6. സ്കേലാർ കോമ്പോണൻസ്. ഓക്കെ, സോ വാട്ട് വിൽ ബി വെക്റ്റർ കോമ്പോണൻസ്? വെക്റ്റർ കോമ്പോണൻസ് ഏതൊക്കെ വരിക? വെക്റ്റർ കോമ്പോണൻസ് യെസ് xi പ്ലസ് yj പ്ലസ് zk അല്ലേ? ഇതിൽ xi yj zk ഇവരെയായിരുന്നു നമ്മളെന്ത് വിളിച്ചിരുന്നത്? വെക്റ്റർ കോമ്പോണൻസ് അല്ലേ? ഇപ്പോൾ വെക്റ്റർ കോമ്പോണൻസ് ഏതൊക്കെയാണ്? ഒന്ന് -7i ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 6j. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഒരു വെക്റ്റർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിലാർ കോമ്പോണൻസ് അതുപോലെ വെക്റ്റർ കോമ്പോണൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ ക്ലിയർ ആണല്ലോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനെ കിടക്കാം. പ്ലീസ് പോസ്റ്റ് ദ വീഡിയോ ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ കേട്ടോ.
So moving on to 6th question. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദി സം ഓഫ് ദി വെക്ടേഴ്സ് വെക്ടർ എ ഈസ് ഈക്വൽ ടു I minus 2j plus k. I minus 2j plus k. Vector b is equal to minus 2i plus 4j plus 5k. And vector c is equal to I minus 6j minus 7k. Okay, അപ്പോൾ നമുക്ക് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എ ബി ആൻഡ് സി. ഇപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഇതിൻ്റെ 3ൻ്റെ സം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് വെക്ടർ കമ്പോണൻറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത് അല്ലേ. വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി ഒക്കെ എന്താ തന്നിട്ടുള്ളത്? ദേ ആർ ഗിവൺ ഇൻ കമ്പോണൻറ്റ് ഫോം. ഓക്കെ, ഇപ്പോൾ കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെയൊക്കെ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ദി സം. അഡീഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് അഡീഷൻ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഐയുടെയും ജെയുടെയും കെയുടെയും കോമ്പോണൻസ്, ഐ ജെ കെ കോമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ എന്ത് ചെയ്യണം? കൂട്ടണം അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഐ ഇവിടെ ഞാൻ ഐ ബ്രാക്കറ്റ് ഇട്ടു. ഐയുടെ കോമ്പോണൻസ് എയിലകത്ത് നിന്ന് വരുന്ന 1, ഹിയർ ഇറ്റ് ഈസ് -2 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് അഗൈൻ 1. ഓക്കെ, പ്ലസ് ജെ ഇൻറ്റു ജെയുടെ കോമ്പോണൻസ് ഏതൊക്കെ വരിക? ഹിയർ ഇറ്റ് ഈസ് -2, ബിൻ്റെ കേസിനകത്ത് 4 ആണ്, ഹിയർ ഹി ഈസ് -6. ഓക്കെ, നൗ കെയുടെ കേസിനകത്ത് എടുക്കുക, ഹിയർ ഇറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഈസ് 1, ഇവിടെ കോഎഫിഷ്യൻ്റ് ഈസ് 5 ആൻഡ് ഹിയർ കോഎഫിഷ്യൻ്റ് ഈസ് -7. എളുപ്പമല്ലേ? സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, -2, 1 + 1 2, 2 - 2 0, we get 0i, that is I component is 0. Here എത്ര വരും? -2 + 4 is yes 2 വരും അല്ലേ. 2 - 6 is -4j. ഓക്കെ, ഹിയർ 1 + 5 is 6, 6 - 7 is -k. സോ നമുക്ക് ആൻസർ കിട്ടി. 3 വെക്ടേഴ്സ് എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -4j - k. -4j - k is the answer. ഓക്കെ, ഇപ്പോൾ സിംപ്ലി എങ്ങനെ ചെയ്യേണ്ടത്? വെക്ടേഴ്സ് കമ്പോണൻറ്റ് ഫോമിൽ തരുന്ന സമയത്ത് കറസ്പോണ്ടിങ് ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻറ്റുകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ആ കോഎഫിഷ്യൻറ്റുകൾ നിങ്ങൾ ആഡ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇവിടെ ഐയുടെ കോഎഫിഷ്യൻ്റ് ഈസ് 1, ഇവിടെ -2, ഹിയർ ഇറ്റ് ഈസ് 1, 1 - 2 + 1, -2 4 ആൻഡ് ഹിയർ ഈസ് -6, -2 + 4 + -6. ഹിയർ കെയുടെ 1 5 - അല്ലേ, 1 + 5 + -7, ഇറ്റ് ഈസ് -7. ഓക്കെ, അപ്പോൾ എളുപ്പമാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. മൂവിങ് ഓൺ ടു വട്ട് 7th ക്വസ്റ്റ്യൻ അല്ലേ. 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് കയ്യിൽ വെക്കുക കേട്ടോ, കാരണം ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നില്ല. സോ യു ജസ്റ്റ് കീപ് യുവർ ടെക്സ്റ്റ് അസൈഡ്. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ എ ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഈസ് ഈക്വൽ ടു I plus j plus 2k, I plus j plus 2k, I plus j plus 2k. So we have to find unit vector അല്ലേ. യൂണിറ്റ് വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ യൂണിറ്റ് വെക്ടറിൻ്റെ നമ്മൾ പഠിച്ച തിയറംസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ. എന്തായിരുന്നു യൂണിറ്റ് വെക്ടർ? മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് വരുന്ന വെക്ടറിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു വെക്ടർ എ തന്നിട്ടുണ്ട് അല്ലേ, വെക്ടർ എ. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ, ഇപ്പോൾ ഈ വെക്ടറിനകത്ത് ഇപ്പോൾ ഒരു 10 യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്കിൽ ഇതേ ഡയറക്ഷനിൽ അല്ലേ, ഇതേ ഡയറക്ഷനിൽ 1 യൂണിറ്റ് മാത്രം നീളമുള്ള വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യെസ്, 1 യൂണിറ്റ് മാത്രം നീളമുള്ള വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എ ക്യാപ്പ്, അഥവാ യൂണിറ്റ് വെക്ടർ ഓഫ് എ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വെക്റ്റർ എ ആണെങ്കിൽ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുക? എ ക്യാപ്പ് അല്ലേ. എ ക്യാപ്പിന് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. എ ക്യാപ്പ് ഈസ് ഗിവൺ ബൈ വെക്റ്റർ എ ബൈ മോഡുലസ് ഓഫ് എ. ഓക്കെ, സോ വാട്ട് ഈസ് മോഡുലസ് ഓഫ് എ? മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലേ.
ഇപ്പോൾ ഒരു എ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ, ഐ ജെ കെയുടെ കോയിഫിഷ്യൻറ്റുകളുടെ സ്ക്വയറിൻ്റെ സം. അപ്പോൾ ഐയുടെ കോയിഫിഷ്യൻ്റ് ഇസ് 1, 1ൻ്റെ സ്ക്വയർ 1, ജെയുടെ കോയിഫിഷ്യൻ്റ് ഇസ് 1, സ്ക്വയർ 1, കെയുടെ കോയിഫിഷ്യൻ്റ് ഇസ് 2, 2ൻ്റെ സ്ക്വയർ ഇസ് 2 സ്ക്വയർ, വിച്ച് വിൽ ബി ഗിവൺ ആസ് 1 + 1 + 4 അല്ലേ, എത്ര കിട്ടി? √6. ഓക്കെ, ഇപ്പോൾ നമുക്കിനി വെക്റ്റർ എ ക്യാപ്പ് എഴുതാലോ. എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? വെക്റ്റർ എ ബൈ മോഡ് എ. വാട്ട് ഈസ് വെക്റ്റർ എ? വെക്റ്റർ എ ഈസ് I + j + 2k ബൈ മോഡ് എ എത്രയായിരുന്നു? √6 അല്ലേ. ഇതിന് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ അല്ലേ. എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/√6i + 1/√6j + 2/√6k. ഓക്കെ, ഇപ്പോൾ വെക്റ്റർ എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എങ്ങനെ മാറ്റി എഴുതാം? 1/√6i, 1/√6j, 2/√6k. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി 1 അല്ലേ. മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. √, ശ്രദ്ധിക്കുക, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? 1/√6ൻ്റെ സ്ക്വയർ, 1/√6ൻ്റെ സ്ക്വയർ ഇസ് 1/6 പ്ലസ് 1/√6 again square 1/6 and here 2/√6, 2ൻ്റെ സ്ക്വയർ ഇസ് 4, 6ൻ്റെ സ്ക്വയർ 6 അല്ലേ. വിൽ ഗെറ്റ് 6/6 ആസ് 1 തന്നെ കിട്ടുന്നില്ലേ. സോ ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ, ഒരു വെക്റ്റർ എ എന്ന് പറയുന്ന വെക്ടർ തന്നു കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലുള്ള അതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കുക. വെക്റ്റർ എ ബൈ മോഡുലസ് ഓഫ് എ. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഓക്കെ, യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ബൈ മോഡ് എ. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കണ്ടോ, യൂണിറ്റ് വെക്ടർ എനിക്കിവിടെ കിട്ടി. മാഗ്നിറ്റ്യൂഡ് എന്താ കിട്ടുന്നത്? 1 തന്നെയാണ് കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയ വെക്ടർ എന്ത് തന്നെയാണ്? യൂണിറ്റ് വെക്ടറാണ്. ഓക്കെ, സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ. ഒരു വെക്ടർ ആയി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു ദാറ്റ് വെക്ടർ ബൈ മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ. ഓക്കെ, ഗുഡ്. Moving on to our 8th question. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ്, എല്ലാവരും ടെസ്റ്റ് എടുക്കാം കേട്ടോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്റ്റർ പി ക്യു. ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ, ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ ഇൻ ഡയറക്ഷൻ ഓഫ് പി ക്യു. ഈ പി ക്യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള എന്ന് കണ്ടുപിടിക്കണം യൂണിറ്റ് വെക്ടർ. ദാറ്റ് ഈസ് പി ക്യു ക്യാപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വേർ പി ആൻഡ് ക്യു ആർ പോയിൻറ്റ്സ്, പി ആൻഡ് ക്യു ആർ പോയിൻറ്റ്സ് 1, 2, 3 and q is 4, 5, 6 respectively. Okay, p എന്ന് പറയുന്ന പോയിന്റ് is 1, 2, 3 and q എന്ന് പറയുന്ന പോയിന്റ് is 4, 5, 6. ഓക്കെ, അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ക്യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ പി ക്യു ക്യാപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ഇക്വേഷൻ? വെക്റ്റർ പി ക്യു ബൈ മോഡുലസ് ഓഫ് പി ക്യു. ഇതാണല്ലോ ഇക്വേഷൻ അല്ലേ. നേരത്തെ എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ബൈ മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞില്ലേ. ഒരു പി ക്യു ക്യാപ്പ് ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വെക്റ്റർ പി ക്യു നമുക്കറിയണം. സോ വി ആർ നോട്ട് ഗിവൺ ദാറ്റ് പി ക്യു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കുക, പി ക്യു എന്ന് പറയുന്ന വെക്റ്റർ ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് പി ആണ്, ടെർമിനൽ പോയിന്റ് ക്യു ആണ് അല്ലേ. സോ വെക്റ്റർ ജോയിൻ 2 points പി ക്യു ക്യാൻ ബി ഗിവൺ ആസ്, നമ്മൾ വെക്റ്റർ ജോയിൻ 2 points അത് പഠിച്ചിരുന്നത് എന്താ? പൊസിഷൻ വെക്റ്റർ ഓഫ് ഫൈനൽ പോയിന്റ് മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, ദിസ് ഈസ് ഒറിജിൻ 0, 0, 0 അല്ലേ. ഇതാണ് ക്യൂ എന്നുള്ള പോയിന്റ് 4, 5, 6 അല്ലേ. സോ വാട്ട് വിൽ ബി ഒ ക്യു എന്തായിരിക്കും മക്കളെ? ഒ ക്യു വെക്റ്റർ ഒ ക്യു വിൽ ബി 4 - 0, 5 - 0, 6 - 0. ദാറ്റ് ഈസ് 4i + 5j + 6k. ഇതാണെന്ത്? ഒ ക്യു. ഓക്കെ, വാട്ട് വിൽ ബി ഒ പി? 1i
plus 2j plus 3k. Okay, so direct നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. വാട്ട് ഈസ് പി ക്യു? പി ക്യു എന്ന് പറയുന്നത് ഒ ക്യു മൈനസ് ഒ പി, ദിസ് വെക്റ്റർ മൈനസ് ദിസ് വെക്റ്റർ. ഇപ്പോൾ രണ്ടും കമ്പോണൻറ്റ് ഫോമിലാണ്. സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ സബ്സ്ട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഐയുടെ കോഎഫിഷ്യൻ്റ് ഏതൊക്കെയാണ് വരുന്നത്? ഹിയർ ഇറ്റ് ഈസ് 4, ഇറ്റ് ഈസ് 1, ദറ്റ് ഈസ് 4 മൈനസ് 1 ഐ അല്ലേ. ഹിയർ 5 2 അല്ലേ, ദാറ്റ് ഈസ് 5 മൈനസ് 2 ജെ. ലാസ്റ്റ് വൺ ഹിയർ 6 മൈനസ് 3 കെ. സോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 3i പ്ലസ് 3j പ്ലസ് 3k എന്ന് കിട്ടി. വി ഗോട്ട് ദി വെക്റ്റർ പി ക്യു ആസ് 3i പ്ലസ് 3j പ്ലസ് 3k. ഓക്കെ, അപ്പോൾ ഇതുവരെ നോട്ട് ചെയ്യുക. നമുക്ക് 2 പോയിൻ്റ് തന്നിരുന്നു പി ആൻഡ് ക്യു. ആ 2 പോയിൻറ്റിന് ജോയിൻ ചെയ്യുന്ന വെക്റ്റർ പി ക്യു, അതിൻ്റെ വെക്റ്റർ ഫോം ഞാൻ കണ്ടുപിടിച്ചു, കമ്പോണൻറ്റ് ഫോം കണ്ടുപിടിച്ചു, 3i പ്ലസ് 3j പ്ലസ് 3k. നൗ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ഫൈൻഡ് ദി യൂണിറ്റ് വെക്റ്റർ ഇൻ ഡയറക്ഷൻ ഓഫ് പി ക്യു. അപ്പോൾ പി ക്യുവിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് കണ്ടുപിടിക്കേണ്ടത്, പി ക്യു ക്യാപ് അല്ലേ. എന്താ ഇക്വേഷൻ? പി ക്യു ബൈ മോഡുലസ് ഓഫ് പി ക്യു അല്ലേ. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? പി ക്യുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ. വാട്ട് വിൽ ബി ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യു? പി ക്യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ വരിക? ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് അല്ലേ, 3യുടെ സ്ക്വയർ ഇസ് 9, അഗൈൻ 3യുടെ സ്ക്വയർ ഇസ് 9, ഹിയർ ഓൾസോ 9, 9 പ്ലസ് 9 പ്ലസ് 9 എത്ര വരും? ഇറ്റ് വിൽ ബി 27, റൂട്ട് 27. ഓക്കെ, ഇപ്പോൾ റൂട്ട് 27 വരും അല്ലേ. ഹിയർ പി ക്യു, യൂണിറ്റ് വെക്ടർ പി ക്യു ഇസ് ഈക്വൽ ടു വെക്റ്റർ പി ക്യു. വെക്റ്റർ പി ക്യു ആരാ? 3i പ്ലസ് 3j പ്ലസ് 3k, 3i പ്ലസ് 3j പ്ലസ് 3k ബൈ മോഡുലസ് ഓഫ് പി ക്യു. മോഡുലസ് ഓഫ് പി ക്യു എത്രയാണ്? റൂട്ട് 27. റൂട്ട് 27 ആണെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം അല്ലേ. വാട്ട് ഈസ് റൂട്ട് 27? 27 ഈസ് 9 ഇൻറ്റു റൂട്ട് 3, ദാറ്റ് ഈസ് 3 റൂട്ട് 3 അല്ലേ. റൂട്ട് 27 വരെ എന്ത് കൊടുക്കാം? നമുക്ക് 3 റൂട്ട് 3 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ യൂണിറ്റ് വെക്ടർ പി ക്യു ഇസ് ഈക്വൽ ടു 3i ബൈ 3 റൂട്ട് 3 അല്ലേ. ഈ 3 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സിമിലർലി j ബൈ റൂട്ട് 3, k ബൈ റൂട്ട് 3. ഓക്കെ, ഫൈൻ. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് ക്ലിയർ അല്ലേ. നമുക്ക് 2 പോയിൻ്റ് തന്നിരുന്നു, പി ആൻഡ് ക്യു. ഓക്കെ, പിയുടെ കോർഡിനേറ്റ്സ് തന്നു, ക്യൂയുടെ കോർഡിനേറ്റ്സ് തന്നു. വി ക്യാൻ ഫൈൻഡ് ദി വെക്ടർ ജോയിനിങ് പി ആൻഡ് ക്യു അല്ലേ. പി ക്യു ഇസ് ഈക്വൽ ടു ടെർമിനൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ, ദാറ്റ് വി ഗോട്ട് പി ക്യു ആസ് 3i പ്ലസ് 3j പ്ലസ് 3k. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വി ഹാവ് ടു ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് പി ക്യു. പി ക്യുവിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ എന്തായിരുന്നു? വെക്ടർ പി ക്യു ബൈ മോഡ് പി ക്യു അല്ലേ. അപ്പോൾ ഓൾറെഡി പി ക്യു ഞാൻ കണ്ടുപിടിച്ചു അല്ലേ. വാട്ട് വിൽ ബി ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യു? പി ക്യുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യണം? ഐ ജെ കെ കമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ 3 3 3 അതിൻ്റെ സ്ക്വയറുകൾ എടുക്കുക, ആഡ് ചെയ്യുക. ഐ ഗോട്ട് 27, റൂട്ട് 27. റൂട്ട് 27 നമുക്ക് മാറ്റി എഴുതാം. 9 ഇൻറ്റു 3 അല്ലേ. 9 ഈസ് 3, 9 റൂട്ട് 3 അല്ലേ, 3 റൂട്ട് 3. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഐ ഗോട്ട് 1 ബൈ റൂട്ട് 3, 1 ബൈ റൂട്ട് 3, 1 ബൈ റൂട്ട് 3 അല്ലേ. നോക്കി പി ക്യുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? 1 ബൈ റൂട്ട് 3യുടെ സ്ക്വയർ 1 ബൈ 3, 1 ബൈ 3, 1 ബൈ 3 അല്ലേ. 3 ബൈ 3 വിൽ ഗെറ്റ് 1. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത്? ദിസ് വൺ, യൂണിറ്റ് വെക്ടറിൻ്റെ ഫോർമുല. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ ദാറ്റ് കോപ്പി ചെയ്യുക കേട്ടോ, പോസ് ചെയ്യുക, കോപ്പി ചെയ്യുക.
സോ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th question. For given vectors a equal to 2i minus j plus 2k, 2i minus j plus 2k, vector b is equal to minus I plus j minus k, minus I plus j minus k. Okay, find the unit vector in the direction of the vector a plus b. ഓക്കെ, ഇപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. വി ഹാവ് ടു ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി, അല്ലേ? അതായത് ഈ എയും ബിയും രണ്ടും വെക്റ്റേഴ്സാണ്. ഈ എയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് അനദർ വെക്റ്റർ, വെക്റ്റർ സി, അല്ലേ? അപ്പോൾ ഈ വെക്റ്റർ സി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട് എ ബി. വി ഹാവ് ടു ഫൈൻഡ് ദി വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി. എ പ്ലസ് ബി രണ്ട് വെക്റ്റേഴ്സാണ്, കൂട്ടിക്കഴിഞ്ഞാൽ വി ഗെറ്റ് അനദർ വെക്റ്റർ സി, അല്ലേ? ഇപ്പോൾ സി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ സി ക്യാപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വെക്റ്റർ സി, അല്ലേ? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി, രണ്ട് വെക്റ്റേഴ്സ് കോമ്പോണൻറ്റ് ഫോമിലാണുള്ളത്, അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക? വി എസ് എന്ത് ചെയ്യുക? ഐ ജെ കെ കോമ്പോണൻസ് എടുക്കുക, അല്ലേ? ഐ ജെ കെ കോമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ആഡ് ചെയ്യുക. ഓക്കെ, ഹിയർ ഐയുടെ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ എത്ര? -1 ആണ്. ഇപ്പോൾ 2 + -1 ഈസ് 2 - 1 പ്ലസ് ജെ ഇൻറ്റു ഇവിടെ ജെയുടെ കോഎഫിഷ്യൻ്റ് ഈസ് -1, ഇവിടെ ജെയുടെ കോഎഫിഷ്യൻ്റ് ഈസ് +1. ഓക്കെ, നൗ കെയുടെ എടുക്കുന്ന സമയത്ത് കെയുടെ ഇവിടെ കോഎഫിഷ്യൻ്റ് ഈസ് 2, ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഈസ് -1. ഓക്കെ, സോ വി ഗെറ്റ് എ പ്ലസ് ബി എന്നുള്ള വെക്ടർസ്. വെക്ടർ സി ഈസ് ഈക്വൽ ടു 2 - 1 ഈസ് 1 ഐ. 1 ഐ ഈസ് ജസ്റ്റ് ഐസർ. -1 + 1 എന്ന് പറയുന്നത് 0, ക്യാൻസൽ ഔട്ട്, അല്ലേ? 2 - 1 എന്ന് പറയുന്നത് കെ, ഐ പ്ലസ് കെ. സോ ദിസ് ഈസ് മൈ വെക്ടർ സി, അല്ലേ? ഐ പ്ലസ് കെ. ഓക്കെ, അപ്പോൾ നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് ബി ആണ് സി. ആ സിയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ സി ക്യാപ്പാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? എന്താ ഇക്വേഷൻ? സി ക്യാപ്പിൻ്റെ വെക്ടർ സി ബൈ മോഡുലസ് ഓഫ് സി. ഹിയർ സി നമുക്കറിയാം, അല്ലേ? വാട്ട് വിൽ ബി മോഡുലസ് ഓഫ് സി? എങ്ങനെ ചെയ്യണം? റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻ്റ് ഈസ് 1, 1² പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് ഈസ് 1, 1². ഇറ്റ് ഈസ് റൂട്ട്. ഓക്കെ, സോ സി ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ സി ബൈ മോഡ് സി. സി ഏതാ വെക്ടർ? ഐ പ്ലസ് കെ, അല്ലേ? ബൈ മോഡ് സി. മോഡ് സി ഈസ് √2 കൊടുക്കാമല്ലോ. സെക്കൻഡ് റൈറ്റ് 1/√2 ഐ പ്ലസ് 1/√2 കെ, അല്ലേ? ദിസ് ഈസ് ദി എന്ത്? യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് സി. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മോഡുലസ് എന്ത് വരും? 1/√2 സ്ക്വയർ ഈസ് 1/2. ഹിയർ ഓൾസോ 1/2, അല്ലേ? 1 + 2, 2/2 ഈസ് again 1. ഓക്കെ, ഇപ്പോൾ കൺഫേം ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് വെക്ടർ തന്നിരുന്നു, വെക്ടർ എ ആൻഡ് വെക്ടർ ബി, അല്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ഈ രണ്ട് വെക്ടറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വെക്ടർ കിട്ടും, അല്ലേ? ദാറ്റ് ഈസ് സി. ആ സി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കലായിരുന്നു ക്വസ്റ്റ്യൻ. ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ്. നമ്മളത് ചെയ്തു, അല്ലേ? എ പ്ലസ് ബി ചെയ്തപ്പോൾ ഐ ഗോട്ട് ഐ പ്ലസ് കെ. ഇനി യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ സി ബൈ മോഡ് സി, അല്ലേ? മോഡ് സി ഞാൻ ഇവിടെ കണ്ടുപിടിച്ച റൂട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ, അല്ലേ? സോ ജസ്റ്റ് പ്ലീസ് പോസ് ദ വീഡിയോ ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ. So moving on to our 10th question, 10th question. Find a vector in the direction of, find a vector in direction of 5i minus j plus 2k,
which has magnitude of 8 units. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഒന്ന് നമുക്ക് കൺസെപ്റ്റുകളൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ്, നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട് 5i minus j plus 2k. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് ദാറ്റ് വെക്ടർ. ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാം കേട്ടോ. 5i minus j plus 2k, ഇതാണ് അതിൻ്റെ എന്ത് വെക്ടർ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് അനദർ വെക്ടർ ഇൻ ദി സെയിം ഡയറക്ഷൻ, അതായത് ഇതേ ഡയറക്ഷനിലുള്ള വേറൊരു വെക്ടർ കണ്ടുപിടിക്കണം. ആൻഡ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ അളവ് എത്രയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 8 യൂണിറ്റ്സ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇത് ഫോഴ്സ് ആണെങ്കിൽ 8 ന്യൂട്ടൺ. ദാറ്റ് മീൻസ് ഇപ്പോൾ ആക്സിലറേഷൻ ആണെങ്കിൽ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെക്ടറിനെ നമുക്ക് കണ്ടുപിടിക്കണം ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദിസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 8. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരതരം ചോദിച്ച് കാണുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ്. എളുപ്പമാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ദിസ് ഈസ് എ എന്ന് പറയുന്ന വെക്ടർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനിലുള്ള, ഇപ്പോൾ എ എന്ന് പറയുന്ന വെക്ടർ ഞാനിവിടെ വരച്ചു അല്ലേ? ഇപ്പോൾ എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ജസ്റ്റ് ലൈക്ക് ദിസ്, ചെറിയൊരു വെക്ടർ അല്ലേ? ഇതാണെന്ത്? എ ക്യാപ്പ്. ഓക്കെ, ഇപ്പോൾ ഈ എ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം, ദാറ്റ് ഈസ് 1 യൂണിറ്റ്, ദാറ്റ് ഈസ് 1. മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 10 വരുന്ന ഒരു വെക്ടർ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്താൽ മതി? ഈ വെക്ടർ എ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഇതുപോലത്തെ ഒരു 10 വെച്ചാൽ പോരെ. 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? 10 യൂണിറ്റുള്ള ഒരു വെക്ടർ കിട്ടി. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്കൊരു വെക്ടർ തന്നു, വെക്ടർ എ. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? മാഗ്നിറ്റ്യൂഡ് 10 ഉള്ള വേറൊരു വെക്ടർ കണ്ടുപിടിക്കണം. എന്താ ഞാൻ ചെയ്തത്? വെക്ടർ എ തന്നു കഴിഞ്ഞാൽ അവിടെയുള്ള യൂണിറ്റ് വെക്ടർ എനിക്ക് കണ്ടുപിടിക്കാം. എന്താ? എ ക്യാപ്പ് എന്താണ്? വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് എ. വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് എ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 10 വരുന്ന ആളെ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതുപോലത്തെ 10 വയ്ക്കുക. ദാറ്റ് ഈസ് 10 ഇൻറ്റു യൂണിറ്റ് വെക്ടർ. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചില്ലേ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ? ഇപ്പോൾ സെയിം കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഹിയർ എൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് ആരാണ്? 5i minus j plus 2k. This is my vector. I am taking it as vector A. Okay, what will be its unit vector? Vector A by modulus of A അല്ലേ? What is modulus of A? Modulus of A എന്താ? modulus of A വരിക root of 525 വരും അല്ലേ? 5ൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഷ്യൻ്റ് ഈസ് -1. -1ൻ്റെ സ്ക്വയർ ഈസ് 1. ഓക്കെ, ഹിയർ 2ൻ്റെ സ്ക്വയർ ഈസ് 4 അല്ലേ? സോ വി ഗെറ്റ് ആസ് 25 + 1 + 4 ദാറ്റ് ഈസ് √30 എന്ന് കിട്ടി. ഓക്കെ, സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ 5i minus j plus 2k by √30. ഇതാണ് എന്തെൻ്റെ എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ അല്ലേ? എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 5/√30i minus 1/√30j plus 2/√30k. ഓക്കെ, സോ ഒരു വെക്ടർ കിട്ടി, അതിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. വാട്ട് ഈസ് എ ക്യാപ്പ്? എന്താ? ദിസ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഐ എം ഹാവിങ് ദിസ് വെക്ടർ എ അല്ലേ? എനിക്കിവിടെ എ എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്. ആൻഡ് ഐ ഫൗണ്ട് എ ക്യാപ്പ് ഹിയർ. എ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്താണ്? യൂണിറ്റി 1 ആണ്. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 10 വരുന്ന വെക്ടർ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ജസ്റ്റ് ഇതുപോലത്തെ 10 വയ്ക്കുക. ദാറ്റ് ഈസ് 10 ഇൻറ്റു എ ക്യാപ്പ് അല്ലേ? ഇപ്പോൾ നമുക്കിവിടെ യൂണിറ്റ് വെക്ടർ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടർ ഉണ്ട് ഇൻ ദിസ് ഡയറക്ഷൻ എ. അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് 8 വരുന്നത്. മാഗ്നിറ്റ്യൂഡ് എത്ര വേണം? മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി 8
അല്ലേ? അപ്പോൾ ആ വെക്ടർ തന്നെ കണ്ടുപിടിക്കുക. ബി വെക്ടർ ബി ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് 8 ഇൻറ്റു വെക്ടർ 8 ഇൻറ്റു യൂണിറ്റ് വെക്ടർ എ. ഓക്കെ, വാട്ട് വിൽ ബി ദാറ്റ്? 8 ഇൻറ്റു യൂണിറ്റ് വെക്ടർ എ ആരാ? 5/√30i മൈനസ് 1/√30j പ്ലസ് 2/√30k. ഓക്കെ, സോ ഇതൊന്നുകൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 8 ഇൻറ്റു 5 ഈസ് 40/√30i. 8/√30j and 16/√30k. അപ്പോൾ ഐഡിയ കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു വെക്ടർ തരും. വി ഹാവ് ടു ഫൈൻഡ് അനദർ വെക്ടർ ഇൻ ദിസ് ഡയറക്ഷൻ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ഇത്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റാണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. ഗിവൻ നമുക്കൊരു വെക്ടർ തരും എ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. a/mod a ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള യൂണിറ്റ് വെക്ടർ കിട്ടും. ഇനി ഇതേ ഡയറക്ഷനിൽ എത്ര മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഇപ്പോൾ ഐ വാണ്ട് ടു ഫൈൻഡ് 50 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് വരുന്ന വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതേപോലത്തെ എ എന്ന് പറയുന്നത് 1 അല്ലേ? ഇതുപോലത്തെ ഒരു 50 എണ്ണം എടുത്ത് വെച്ചാൽ പോരെ? വിൽ ഗെറ്റ് ദി ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ആസ് 50. ദറ്റ് ഈസ് 50 ഇൻറ്റു എ ക്യാപ്. അതേ കൺസെപ്റ്റിനെ ഇവിടെ യൂസ് ചെയ്ത് കേട്ടോ. 8 ഇൻറ്റു എ ക്യാപ്, 8 ഇൻറ്റു എ ക്യാപ്. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദി എന്താ പറയുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ യു ജസ്റ്റ് ശരിക്കും മനസ്സിലാക്കുക നമ്മളിവിടെ യൂസ് ചെയ്ത കൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഈ 8 ഇൻറ്റു എ ക്യാപ്പ് എന്നൊക്കെ രീതിയിലേക്ക് നമ്മളിതിലേക്ക് എത്തിച്ചത് എന്നുള്ളത് കറക്റ്റ് സ്ട്രോങ് ആക്കുക. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇത് ഒരു 5 ദിവസം മതി നമുക്ക്. ഇല്ല 2 ദിവസം മതി റെഡിയാക്കാം. So 11th question, show that the vectors 2i minus 3j plus 4k and minus 4i plus 6j minus 8k are collinear. അപ്പോൾ നമുക്ക് 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് വെദർ ദേ ആർ എന്താണെന്ന് തെളിയിക്കണം. വെദർ ദേ ആർ കൊളീനിയർ ആണോ എന്ന് തെളിയിക്കണം. ഓക്കെ, ഇപ്പോൾ കൊളീനിയർ വെക്ടേഴ്സിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. കൊളീനിയർ വെക്ടേഴ്സ് ആർ നത്തിങ് ബട്ട് വെക്ടേഴ്സ് ദർ ആർ parallel to each other irrespective of their magnitude and direction. മാഗ്നിറ്റ്യൂഡിനെയോ ഡയറക്ഷനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ പാരലൽ ആണെങ്കിൽ അത്തരം വെക്ടേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിരുന്നു അല്ലേ? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താ പഠിച്ചത്? ഇപ്പോൾ ഒരു വെക്ടർ എ ആണ് എങ്കിൽ അല്ലേ, ഇപ്പോൾ ഒരു വെക്ടറിൻ്റെ കൂടെ ഒരു സ്കേലാർ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇഫ് ഐ മൾട്ടിപ്ലൈ 2 വിത്ത് ഇറ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? ഇതിനേക്കാൾ ഡബിൾ ആയിട്ടുള്ളൊരു വെക്ടർ കിട്ടും, 2a അല്ലേ? ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1/2 ആണെങ്കിൽ ഇതേ ഡയറക്ഷൻ ഇതേ വെക്ടർ തന്നെ നമുക്ക് എത്ര കിട്ടി? അതിൻ്റെ പകുതി കിട്ടി, 1/2 ഓഫ് എ. ഇനി -1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിലോ ഇതേ ഡയറക്ഷൻ ആണോ? അല്ല, മൈനസ് ആകുമ്പോൾ റിവേഴ്സ് വരും അല്ലേ? ഇതേ മാഗ്നിറ്റ്യൂഡ് ഇൻ ദി സെയിം റിവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ഫോർ കൊളീനിയർ വെക്ടേഴ്സ് അല്ലേ? ഇതൊക്കെ പാരലൽ അല്ലേ? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് നോട്ടാണ്, നമുക്ക് വളരെയധികം ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഒരു വെക്ടറിനെ നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കും? ദേ ആർ കൊളീനിയർ അല്ലെങ്കിൽ ദേ ആർ പാരലൽ. ഓക്കെ, അപ്പോൾ അതേ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം.
ഹിയർ വെക്റ്റർ എ നമുക്ക് തന്നു, ദറ്റ് ഈസ് 2i മൈനസ് 3j പ്ലസ് 4k അല്ലേ. വെക്റ്റർ ബി ഐ എം ഗെറ്റിംഗ് ആസ് മൈനസ് 4i പ്ലസ് 6j മൈനസ് 8k അല്ലേ. ഇപ്പോൾ നോക്കിയാൽ രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയേ, എനി സിമിലാരിറ്റി? യെസ്, എനി സിമിലാരിറ്റി. ഇപ്പോൾ വെക്റ്റർ ബി അല്ലേ, ഈ ടേംസിൽ നിന്നൊക്കെ ഒരു -2 ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ, ഐ ഗോട്ട് 2i മൈനസ് 3j യെസ് പ്ലസ് 4k അങ്ങനെ കിട്ടില്ലേ. -2 × 2 -4, -2 × -3 +6, -2 × +4 -8 അല്ലേ. ഇപ്പോൾ ഹിയർ നമ്മൾ നേരത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ 2i മൈനസ് 3j പ്ലസ് 4k എന്ന് പറയുന്നത് വെക്റ്റർ എ ആണ് അല്ലേ. ആ വെക്റ്റർ എയുടെ കൂടെ ഞാനൊരു സ്കെയിലാർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു സ്കെയിലാർ നമ്പർ ഒരു വെക്റ്ററിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വെക്റ്റർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പാരലൽ ടു വെക്റ്റർ എ. ഓക്കെ, സോ ഇത് രണ്ടും കൊളീനിയർ ആണ്. എന്താ റീസൺ? എന്താ? ദേ ആർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഈച്ച് അതർ. ഓക്കെ, ഇനി അതുമല്ല വേറൊരു തിയറം രീതി നമുക്ക് പറയാം. അതായത് ശ്രദ്ധിക്കുക, ഇഫ് ടു വെക്റ്റേഴ്സ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് വെക്റ്റർ ഞാൻ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു x1i y1j z1k. ഓക്കെ, ആൻഡ് സെക്കൻഡ് വെക്റ്റർ b ഈസ് ഈക്വൽ ടു x2i y2j z3k. ഓക്കെ, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി അല്ലേ. വെക്റ്റർ എ പാരലൽ ടു വെക്റ്റർ ബി, പാരലൽ കൊളീനിയർ അല്ലേ. വെക്റ്റർ എ ഈസ് പാരലൽ ടു വെക്റ്റർ ബി ഇഫ് എന്താണ് റീസൺ? ശ്രദ്ധിക്കുക, ദ ബെയർ ശ്രദ്ധിക്കുക x1/x2 ഈസ് ഈക്വൽ ടു y1/y2 ഈസ് ഈക്വൽ ടു z1/z2. ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് വെക്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ ഇഫ് ടു വെക്റ്റേഴ്സ് ആർ പാരലൽ, എന്താ റീസൺ? കാരണം എപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക കറസ്പോണ്ടിങ് ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ സാധനം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ദിസ് ഈസ് വൺ മെത്തേഡ്. ഈ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് തെളിയിക്കുന്നത് വൺ മെത്തേഡ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ദേ ആർ പാരലൽ എന്ന് പറയാം. ആൻഡ് ദിസ് ഈസ് അനദർ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കാം, നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ, എ ബി. ഓക്കെ, വാട്ട് വിൽ ബി റേഷ്യോ എന്തായിരിക്കും? ഇവിടെ ഐയുടെ കോഷ്യൻ്റ് ഈസ് 2, ഇവിടെ ഐയുടെ കോഷ്യൻ്റ് ഈസ് -4. ഹിയർ ഇറ്റ് ഈസ് -3, താഴെ 6. ഹിയർ ഇറ്റ് ഈസ് 4 ആൻഡ് താഴെ ഈസ് -8. എല്ലാത്തിൻ്റെയും കോൺസ്റ്റൻറ്റ് റേഷ്യോ അല്ലേ, ദറ്റ് ഈസ് -1/2 എന്നുള്ള റേഷ്യോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ.ജെ.കെയുടെ കമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻറ്റ് കോൺസ്റ്റൻറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് വെക്റ്റേഴ്സ് ആർ പാരലൽ, കൊളീനിയർ. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിൽ പറയാം. ഇപ്പോൾ ഒരു വെക്റ്റർ മറ്റൊരു വെക്റ്ററിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ദേ ആർ ടു എന്താ പറയുക, രണ്ട് വെക്റ്റേഴ്സും കൊളീനിയർ ആണെന്ന് പറയും. ആൻഡ് അനദർ കണ്ടീഷൻ ഈസ്, ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ഞാൻ എടുത്തു, അതിൻ്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണൻസിൻ്റെ റേഷ്യോ സെയിം ആണ് എങ്കിൽ ഇൻ ദാറ്റ് കേസ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ പാരലൽ. ഓക്കെ, സോ കൊളീനിയാരിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ദിസ്. ഈ ഒരു പോർഷൻ നിങ്ങൾ നോട്ട് ചെയ്യണം, കോപ്പി ചെയ്യണം. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഐ തിങ്ക് 14. നോ 12th question. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി വെക്റ്റർ i + 2j + 3k. i + 2j + 3kയുടെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ ഇഫ് യു ആർ ഗിവൺ എ വെക്റ്റർ xi + yj + zk തന്നിട്ടുണ്ട് എങ്കിൽ അല്ലേ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡയറക്ഷൻ കൊസൈൻസ് കോസ് ആൽഫ അഥവാ എൽ എങ്ങനെ കണ്ടുപിടിക്കുക? x/√(x² + y² + z². ഓക്കെ, ദിസ് ഈസ് വെക്റ്റർ ആർ. വെക്റ്റർ ആറിൻ്റെ മോഡുലസ് ഈസ് സ്മോൾ ലെറ്റർ r. ഓക്കെ, cos alpha
എക്സ് ബൈ ആർ എന്നൊക്കെ പഠിച്ചതല്ലേ, എക്സ് ബൈ ആർ കോസ് ബീറ്റ, വൈ ബൈ ആർ കോസ് ഗാമ, സെഡ് ബൈ ആർ എന്നൊക്കെ പഠിച്ചതല്ലേ. യെസ്, ഹിയർ അത് തന്നെ കേട്ടോ. എക്സ് ബൈ ആർ എന്ന് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ആർ എന്ന് ഉദ്ദേശിച്ചത് ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു. ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ. വാട്ട് വിൽ ബി കോസ് ബീറ്റ എം ഈസ് ഈക്വൽ ടു വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആൻഡ് കോസ് ഗാമ നമ്മൾ വിളിക്കുന്നത് എൻ എന്ന ലെറ്റർ അല്ലേ. ദറ്റ് ഈസ് സെഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, സോ എളുപ്പമല്ലേ. കോസ് ആൽഫ എങ്ങനെ കണ്ടുപിടിക്കും? ഹിയർ എക്സ് എന്ന് പറയുന്ന ആളാരാണ് ഇവിടെ? 1 ബൈ റൂട്ട് ഓഫ് അല്ലേ. എന്താ വരിക? 1 സ്ക്വയർ പ്ലസ് വൈ ഹിയർ ഇറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് സെഡ് ഇവിടെ തന്നെ 3 അല്ലേ. 1 + 4 5 + 9 14 അല്ലേ. ദറ്റ് ഈസ് 1 ബൈ റൂട്ട് 14. ഓക്കെ, വാട്ട് വിൽ ബി കോസ് ബീറ്റ? കോസ് ബീറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എം അല്ലേ. വൈ ബൈ മാഗ്നിറ്റ്യൂഡ്, വൈ എത്രയാണ്? 2 അല്ലേ, ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എത്രയാണ്? റൂട്ട് 14. യെസ്, കോസ് ഗാമ സെഡ് ബൈ അല്ലേ, സെഡ് എത്രയാണ്? 3 ബൈ റൂട്ട് 14. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഒരു വെക്ടറിൻ്റെ കമ്പോണൻറ്റ് ഫോം തരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ കണ്ടുപിടിക്കുക? ഇക്വേഷൻ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ദറ്റ് ഈസ് വൈ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ദിസ് ഈസ് റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കേട്ടോ. ഈ ഒരു വെക്ടറില്ലേ, ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണെന്ത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Moving on to our next question. Find the direction cosines of the vector joining points A 1 2 -3 B -1 -2 1. Question number 13 കേട്ടോ. directed from A to B അല്ലേ. സോ വെക്റ്റർ എ ബി ഇപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. വെക്റ്റർ എ ബി കണ്ടുപിടിക്കാൻ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. എ എന്നുള്ള പോയിൻറ്റ് 1 2 -3, ബി എന്നുള്ള പോയിൻറ്റ് -1 -2 -1. സോ -1 -2 1. ഓക്കെ, ഇപ്പോൾ എ ബി ഈ 2 പോയിൻറ്റിനെയും ജോയിൻ ചെയ്യുന്ന ഒരു വെക്റ്റർ ദറ്റ് ഈസ് എ ബി. ഇനീഷ്യൽ പോയിൻറ്റ് ഇസ് എ, ടെർമിനൽ പോയിൻറ്റ് ഇസ് ബി. ഓക്കെ, ഇപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വെക്ടർ എ ബി. വെക്ടർ എ ബി എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, ടെർമിനൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ. വാട്ട് ഈസ് ടെർമിനൽ പോയിൻറ്റ്? ഒ ബി. എസ് എന്നൊരു -i -2j + k അല്ലേ. -1 -2 +1 -i -2j + k. ഓക്കെ, മൈനസ് ഏടെ എന്ത് വരും? i + 2j - 3k. ഓക്കെ, സോ ദിസ് മൈനസ് ദിസ് എന്ത് ചെയ്യുക? കോഎഫിഷ്യൻറ്റുകൾ മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഐയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഹിയർ ഇറ്റ് ഈസ് -1, ഹിയർ ഇറ്റ് ഈസ് 1 -1 -1 പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഹിയർ ഇറ്റ് ഈസ് -2 മൈനസ് ഇവിടെ എത്രയാണ്? 2 തന്നെ അല്ലേ, പ്ലസ് k ഇൻറ്റു. ഓക്കെ, ഇവിടെ കോഎഫിഷ്യൻ്റ് ഈസ് 1 മൈനസ് ഇവിടെ കോഎഫിഷ്യൻ്റ് ഈസ് -3 അല്ലേ. അപ്പോൾ -3 എന്തായി? +3. സോ വി ഗോട്ട് -2i -4j + 4k. എന്ത് കിട്ടി? വെക്റ്റർ എ ബി നമുക്ക് കിട്ടി. വെക്റ്റർ എ ബി ഐ ഗോട്ട് ഇറ്റ് ആസ് -2i -4j + 4k. ഓക്കെ, ഇപ്പോൾ വെക്റ്റർ എ ബി കിട്ടി അല്ലേ. ഇനി അതിനെന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഡയറക്ഷൻ കൊസൈൻസ് ഇറ്റ് ഈസ് ഇൻ ദി ഫോം ഓഫ് xi + yj + zk എന്നുള്ള രൂപത്തിലാണ് അല്ലേ. വാട്ട് വിൽ ബി ഇറ്റ്സ് മോഡുലസ്? മാഗ്നിറ്റ്യൂഡ് എത്ര വരും? എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും? റൂട്ട് ഓഫ് എത്ര വരും? ഐയുടെ കോഎഫിഷ്യൻ്റ് ഈസ് -2
മൈനസ് ടുവിൻ്റെ സ്ക്വയർ ഇസ് 4 അല്ലേ. ജെയുടേത് -4 സ്ക്വയർ എന്ത് ചെയ്യുമ്പോൾ വരും 16. ഹിയർ ഓൾസോ 16. 16, 32, 32, 4, 36 റൂട്ട് എടുത്തതിനാൽ 6 ആണ് എന്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. സോ വാട്ട് വിൽ ബി കോസ് ആൽഫ അഥവാ എൽ അല്ലേ. എന്തായിരുന്നു ഇക്വേഷൻ? x/r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √(x²+y² z²) തൊട്ട് മുന്നേ നമ്മൾ ചെയ്തല്ലോ. സോ ഹിയർ എ ബി എന്ന് പറയുന്ന വെക്ടറിനകത്ത് വാട്ട് ഈസ് എക്സ് എന്ന് പറയുന്നത് -2 ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് -2/6, ദാറ്റ് ഈസ് -1/3. ഓക്കെ, വാട്ട് വിൽ ബി കോസ് ബീറ്റ? കോസ് ബീറ്റ വിൽ ബി y/r. r എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. സോ ഹിയർ y ഈസ് -4. ഓക്കെ, -4/6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആയിട്ട് -2/3. ആൻഡ് ലാസ്റ്റ് വൺ cos gamma. Cos gamma is z/r. z/r is 4/6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ we got 2/3. ഓക്കെ, സോ ഒരു വെക്റ്റർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡയറക്ഷൻ കോസൈൻസ് ഡിറൈവ് ചെയ്യുന്നത് എളുപ്പമല്ലേ. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് ബൈ മാഗ്നിറ്റ്യൂഡ്, കോസ് ബീറ്റ y കമ്പോണൻറ്റ് ബൈ മാഗ്നിറ്റ്യൂഡ്, കോസ് ഗാമ സെറ്റ് കമ്പോണൻറ്റ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ദിസ് വാസ് അവർ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? യെസ്, ദിസ് വാസ് അവർ 13th ക്വസ്റ്റ്യൻ. ഓക്കെ, പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. So going to our 14th question. 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question. Show that the vector I, j, k is equally inclined to axis x, y, z. ഓക്കെ, എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. IJK എന്ന് പറയുന്ന വെക്റ്റർ അല്ലേ. IJK എന്ന് പറയുന്ന വെക്റ്റർ, ദിസ് ഈസ് IJK, ദിസ് ഈസ് മൈ വെക്റ്റർ I + j + k കേട്ടോ. ഇപ്പം എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് IJK ഈസ് ഈക്വലി ഇൻക്ലൈൻഡ്. അതായത് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളും വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളും സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആണ്. ഈക്വലി ഇൻക്ലൈൻഡ് അർത്ഥം എന്താ? ആംഗിൾസ് മെയ്ഡ് വിത്ത് എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസ് ആർ ഈക്വൽ. അതാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, സോ ജസ്റ്റ് ടേക്ക് നമുക്ക് ഇവിടുന്ന് വാട്ട് വിൽ ബി കോസ് ആൽഫ? ഡയറക്ഷൻ കൊസൈൻസ് എടുക്കുമ്പോൾ എന്താ കോസ് ആൽഫ വരിക? നമുക്കറിയാം കോസ് ആൽഫ ഈസ് x/r അല്ലേ. എക്സ് ഹിയർ ഇറ്റ് ഈസ് 1, കോഎഫിഷ്യൻ്റ് 1 അല്ലേ. യെസ്, വാട്ട് ഈസ് ആർ? മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? √(1²1²1²) ദാറ്റ് ഈസ് 1/√3. കോസ് ബീറ്റ അഗൈൻ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? y/r. ഹിയർ ഓൾസോ വി ഗോട്ട് ഇറ്റ്സ് 1/√3 അല്ലേ. y, ജെയുടെ കോഎഫിഷ്യൻ്റ് ഈസ് 1/√3. കോസ് ഗാമ z/r, അവിടെയും നമുക്ക് എന്ത് കിട്ടി? 1/√3. ഓക്കെ, കോസ് ആൽഫ ഈസ് ഈക്വൽ ടു കോസ് ബീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഗാമ. എല്ലാത്തിൻ്റെയും വാല്യൂ എന്താണ്? 1/√3 ആണ് അല്ലേ. ദാറ്റ് മീൻസ് ഇതിനർത്ഥം എന്താ? കോസ് ഓഫ് ഒരു ആംഗിൾ, കോസ് ഓഫ് ഒരു ആംഗിൾ, കോസ് ഓഫ് ഒരു ആംഗിൾ എല്ലാം 1/√3. അർത്ഥം എന്താ? ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ ഇൻ ദിസ് കേസ്. ഓക്കെ, അതായത് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളും വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളും സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളും എന്താണ്? ഈക്വൽ. ദാറ്റ് ഈസ് ദിസ് വെക്ടർ ഈസ് mutually is equally inclined to x, y, z axis. Okay, simple question. Just നമ്മൾ direction cosines എടുത്തു. We got all the values of direction cosines as same. That means alpha, beta, gamma യുടെ വാല്യൂ എന്താണ്? സെയിം ആണ്. Okay, so this was our question. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15th one. Find position vector of a point R. Find position vector of point R. R എന്ന് പറയുന്ന വെക്ടറിൻ്റെ പൊസിഷൻ വെക്ടർ OR കണ്ടുപിടിക്കണം അല്ലേ. And which divides the line joining two points P and Q. Which divides the line joining point P and Q whose position vectors are I plus 2j minus k. I plus 2j minus k. And
minus I plus j plus k respectively in the ratio 2:1. അതിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇൻറ്റേർണൽ ഡിവിഷനും ആൻഡ് സെക്കൻഡ് വൺ ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ഡിവിഷനുമാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് നമുക്ക് പി ആൻഡ് ക്യൂ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, പി, ദിസ് ഈസ് പി, ദിസ് ഈസ് ക്യൂ. ഓക്കെ, ആൻഡ് എന്താ തന്നിട്ടുള്ളത്? പിയുടെയും ക്യൂയുടെയും എന്ത് തന്നിട്ടുണ്ട്? പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. പിയുടെയും ക്യൂയുടെയും പൊസിഷൻ വെക്ടേഴ്സ്. ദാറ്റ് ഈസ് ദിസ് വൺ ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് പി, അതായത് ഒ പി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ആൻഡ് ഹിയർ ഓൾസോ നമുക്ക് തന്നിട്ടുണ്ട് ഒ ക്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് ദിസ് വൺ ആസ് എ, ദിസ് വൺ ആസ് ബി, പി ക്യൂ അല്ലേ. ഇതാണ് ഒറിജിൻ പിയിലേക്കുള്ള വെക്ടറാണ് പൊസിഷൻ വെക്ടർ ഓഫ് എ, പൊസിഷൻ വെക്ടർ പി. ഞാൻ വെക്ടർ എന്ന് എടുത്തു, വെക്ടർ ബി, ആൻഡ് ദിസ് ഈസ് മൈ വെക്ടർ പി ക്യൂ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പി ക്യൂ എന്ന് പറയുന്ന വെക്ടറിൻ്റെ മുകളിൽ അല്ലേ, ആ ലൈനിൻ്റെ മുകളിൽ ആർ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആർ. ഓക്കെ, അപ്പോൾ ആർ ആ ലൈനിൻ്റെ മുകളിൽ, പി ക്യൂ എന്ന ലൈനിൻ്റെ മുകളിലാണ്, ആ ലൈനിൻ്റെ ലോക്കസിലാണ് ഞാൻ ആർ മാർക്ക് ചെയ്യുന്നതെങ്കിൽ ദെൻ ഇറ്റ് ബിക്കംസ് ഇൻറ്റേർണൽ ഡിവിഷൻ അല്ലേ. ഇപ്പോൾ ആർ എന്ന പോയിന്റ് ഈ പി ക്യൂ എന്ന ലൈനെ ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്യുന്നു അല്ലേ, പി ആറും ആർ ക്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഇൻ റേഷ്യോ ഓഫ് 2:1. ദാറ്റ് ഈസ് m:n എന്നുള്ള റേഷ്യോയിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പി ക്യൂ രണ്ടിൻ്റെയും പൊസിഷൻ വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് വി സേ ദാറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇറ്റ് ഈസ് ഓൺ ദി ലൈൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ലൈനിൻ്റെ ലോക്കസിലാണ് അല്ലേ. ലൈനിൻ്റെ ലോക്കസിലായി കഴിഞ്ഞാൽ വി ടേക്ക് ഇറ്റ് ആസ് ഇൻറ്റേർണൽ ഡിവിഷൻ അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ ഡിവിഷൻ ആ സമയത്ത് ഈ പി ആർ എന്നും ആർ ക്യൂ എന്നുമായി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണെന്ത്? 2:1, ദാറ്റ് ഈസ് m:n. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ വി ഹാവ് ലേൺഡ് ടു ഡിറ്റർമിൻ ഈ ആർ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ വെക്റ്റർ ഒ ആർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. വാട്ട് ഈസ് എന്താ? എം ബി പ്ലസ് എൻ എ ബൈ എം പ്ലസ് എൻ. എം ബി പ്ലസ് എൻ എ ബൈ എം പ്ലസ് എൻ, ഇതായിരുന്നു ഇക്വേഷൻ അല്ലേ. വാട്ട് ഈസ് ബി ആൻഡ് വാട്ട് ഈസ് എ? ബി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടറാണ്, എ എന്ന് പറയുന്നത് പിയുടെ പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം അല്ലേ. ഒ ആർ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എം എത്രയാണ്? 2 ഇൻറ്റു ബി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് -i പ്ലസ് ജെ പ്ലസ് കെ പ്ലസ് എൻ ഈസ് ഹിയർ 1 ആണ്. എ എത്രയാണ്? i പ്ലസ് 2j മൈനസ് കെ, താഴെ എം പ്ലസ് എൻ അത് 2 + 1 = 3 അല്ലേ. നമുക്ക് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ -2i പ്ലസ് 2j പ്ലസ് 2k അല്ലേ. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ i പ്ലസ് 2j മൈനസ് കെ ഹോൾ ബൈ 3 അല്ലേ. ഇതൊരു സോൾവ് ചെയ്താൽ -2i പ്ലസ് i വി ഗോട്ട് -i, 2j പ്ലസ് 2j ഗോട്ട് ഇറ്റ് ആസ് 4j പ്ലസ് 2k മൈനസ് 2k ഗോട്ട് ഇറ്റ് ആസ് k. സോ ആർ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, ആ ലൈനിൻ്റെ ലോക്കസിലുള്ള പോയിന്റിൻ്റെ എന്ത് കിട്ടി നമുക്ക്? പൊസിഷൻ വെക്ടർ നമുക്ക് കിട്ടി. ഐ എം ഗെറ്റിംഗ് ഇറ്റ് ആസ് -4j പ്ലസ് k ബൈ 3. അപ്പോൾ സിമ്പിളാണ്. ജസ്റ്റ് ആ പോയിന്റ് ആർ എന്ന് പറയുന്ന ആൾ എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇൻറ്റേർണലി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് ഇക്വേഷൻ കേട്ടോ. ഇനിയിപ്പോൾ എക്സ്റ്റേർണലി ആണെങ്കിൽ ഇക്വേഷൻ മാറി. എന്താ? എം ബി മൈനസ് എൻ എ ബൈ എം മൈനസ് എൻ കേട്ടോ. എക്സ്റ്റേർണലി ആണെങ്കിൽ ആ പ്ലസ് മാറി എന്തായി? മൈനസായി. ഓക്കെ, ഇപ്പം ഞാനത് ചെയ്യുന്നില്ല കാരണം ഇത്തിരി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഓക്കെ, സോ ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 15th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ നല്ല ചെയ്യാം. സിമ്പിൾ. എക്സ്റ്റേണൽ നമ്മളെ കണ്ടീഷൻ എന്താ? ഈക്വേഷൻ മാത്രം മാറുള്ളൂ. എം ബി മൈനസ് എൻ എ ബൈ എം മൈനസ് എൻ, ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ next question, 16th question.
16th question. Find the position vector of the midpoint of the vector joining points P 2, 3, 4 and Q 4, 1, -2. Simple. Again, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡ്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക. വി ഹാവ് ടു ഫൈൻഡ്, അതായത് ഒരു 2 ഡയമെൻഷണൽ സ്പേസ് ഞാൻ വരയ്ക്കുകയാണ്. ഹാവ് ഗോട്ട് എ പോയിൻറ്റ് P here 2, 3, 4 and Q here 4, 1, -2. ഓക്കെ, ഇപ്പോൾ പി എയും ക്യൂയും ബന്ധിപ്പിക്കുന്ന വെക്ടർ, ദറ്റ് ഈസ് വെക്ടർ പി ക്യു ഞാനവിടെ വരച്ചു. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ വെക്ടർ പി ക്യുവിൻ്റെ കറക്റ്റ് മിഡ് പോയിൻറ്റ്, ഐ എം മാർക്കിംഗ് ഇറ്റ് ഇസ് ഹിയർ കേട്ടോ. ഞാൻ ആ പോയിൻറ്റ് 6 എന്ന് വിളിച്ചു. ഓക്കെ, ഇപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഈ 6 എന്ന് പറയുന്ന മിഡ് പോയിൻ്റ് ഇല്ലേ, അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? I have to find the position vector of R, that is OR ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ R എന്ന് പറയുന്ന പോയിൻ്റ് ഈ ലൈനിൻ്റെ ലോക്കസിലാണുള്ളത്. ഹിയർ ഇറ്റ് ഈസ് ഇൻറ്റേർണൽ ഡിവിഷൻ അല്ലേ? ഇൻറ്റേർണൽ ഡിവിഷൻ റേഷ്യോ എന്താ? സോറി, OR എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ വെക്ടറിൻ്റെ ഇക്വേഷൻ MB + NA/M+N എന്നായിരുന്നു അല്ലേ? ഹിയർ ഈ റേഷ്യോ M:1 എന്ന് പറയുന്ന റേഷ്യോ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് എത്ര വരും? 1:1 അല്ലേ? ഇത് എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഇത്. സോ ആ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗോട്ട് MB + A/2 എന്ന് കിട്ടും. മിഡ് പോയിൻ്റ് ആണ് എങ്കിൽ B + A/2. ഓക്കെ, വാട്ട് ഈസ് ദിസ് B ആൻഡ് വാട്ട് ഈസ് ദിസ് A? B എന്ന് പറയുന്നത് ടെർമിനൽ പോയിൻ്റ് ക്യൂവിൻ്റെ എന്താണ്? പൊസിഷൻ വെക്ടർ. ആൻഡ് A ഈസ് ദി ഇനീഷ്യൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ അല്ലേ? സോ വാട്ട് ഈസ് B? B എന്ന് പറയുന്നത് ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടറും A എന്ന് പറയുന്നത് പിയുടെ പൊസിഷൻ വെക്ടർ അല്ലേ? അപ്പോൾ രണ്ടും വരും. വാട്ട് വിൽ ബി ബിയുടെ കോർഡിനേറ്റ്സ് ഇസ് 4i - 2 അല്ലേ? 4, 1, -2. സോ B വിൽ ബി 4i + j - 2k പ്ലസ് എയുടെ 2, 3, 4 ആണല്ലോ. പൊസിഷൻ വെക്ടർ എന്ത് വരും? 2i + 3j + 4k ഹോൾ ബൈ 2. ഓക്കെ, ഇപ്പോൾ ഇത് ആഡ് ചെയ്യാം. 4i + 2i is 6i, j + 3j is 4j, -2k + 4k will be 2k ഹോൾ ബൈ 2. അഗെയിൻ ഡിവിഷൻ ചെയ്യാം. 3i + 2j + k. ഓക്കെ, അപ്പോൾ 3i + 2j + k ആണ് എന്ത്? ഈ OR എന്ന് പറയുന്ന വെക്റ്റർ, അഥവാ ഈ മിഡ് പോയിൻറ്റ് ആറിൻ്റെ പൊസിഷൻ വെക്റ്റർ. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, മിഡ് പോയിൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ തന്നെ കണ്ടുപിടിക്കുക. രണ്ട് വെക്ടേഴ്സിൻ്റെയും പൊസിഷൻ വെക്ടർ പ്ലസ് 2j. B is equal to വെക്ടർ B + വെക്ടർ A/2. ഓക്കെ, നോട്ട് ചെയ്യുക കേട്ടോ. So moving on to our last question in this section. Last question in this section. Last question ശ്രദ്ധിക്കുക. Show that the points A, B and C with position vectors A equal to 3i - 4j - 4k. that is എയുടെ പൊസിഷൻ വെക്ടർ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. B 2i - j + k. ഇതൊക്കെ ക്യാപ്പ് ഇടണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് മിസ്സാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ക്യാപ്പ് ഇടണം. ആൻഡ് വെക്ടർ C i - 3j - 5k respectively form the vertices of a right angled triangle. ഓക്കെ, ഇപ്പോൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, A, B ആൻഡ് C. ഐ എം ജസ്റ്റ്
ഞാൻ റാൻഡായിട്ട് വരയ്ക്കുകയാണ്. എ ബി സി. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ഈ എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ എന്ത് തന്നിട്ടുണ്ട്? പൊസിഷൻ വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒറിജിനിൽ നിന്ന് എയിലേക്ക് വരയ്ക്കുന്ന വെക്റ്റർ ഇതാണ് എന്ത്? 3i - 4j - 4k. അതുപോലെ ഒ സി ആണെന്ത്? i - 3j - 5k ആൻഡ് ഒ ബി ആണെന്ത്? 2i - j + k. അപ്പോൾ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വി വാണ്ട് ടു ചെക്ക് വെദർ ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഓർ നോട്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഫിഗർ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ? എന്താ പ്രത്യേകത? ബേസ് സ്ക്വയർ ഓൾട്ടേഡ് സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. അതായത് ബേസിക് അല്ലേ? സോ അതാണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഈ 3 സൈഡും കിട്ടണം അല്ലേ? സോ വാട്ട് വിൽ ബി എ സി എന്ന് പറയുന്ന വെക്റ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? വെക്റ്റർ എ സി സ്റ്റാർട്ടിങ് ഫ്രം എ എൻഡിങ് അറ്റ് സി എന്താ? ഒ സി മൈനസ് ഒ എ. ഇതായിരുന്നില്ല അതിൻ്റെ ഡെഫിനിഷൻ അല്ലേ? ടെർമിനൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ മൈനസ് ഇനീഷ്യൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ അല്ലേ? സോ വാട്ട് ഈസ് ഒ സി മൈനസ് ഒ എ? വാട്ട് വിൽ വി ഗെറ്റ് ഹിയർ? ഒ സി ഈസ് ഐ, ഇവിടെ 3i അല്ലേ? i - 3i വിൽ ബി -2i - 3j -4j ദറ്റ് ഈസ് +4j വരും +j അല്ലേ? -3j -4j എന്ന് പറയുമ്പോൾ എന്തായി? +i അല്ലേ? ഓക്കെ, നൗ -5 -4 എന്ന് പറയുമ്പോൾ -5 + 4 -5 + 4 വിൽ ബി -k. So I got വെക്റ്റർ എ സി എനിക്ക് എന്ത് കിട്ടി? -2i + j - k എന്ന് കിട്ടി. -2i + j - k എന്ന് കിട്ടി അല്ലേ? വാട്ട് വിൽ ബി ഇറ്റ്സ് മോഡുലസ്? മാഗ്നിറ്റ്യൂഡ് എത്ര വരും? റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ ഇസ് 4, 1ൻ്റെ സ്ക്വയർ ഇസ് 1, -1ൻ്റെ സ്ക്വയർ ഇസ് 1, ദാറ്റ് ഈസ് ഗെറ്റ് ആസ് √6 അല്ലേ? മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടി? എ സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു അടുത്ത സൈഡ്. ഐ എം ടേക്കിംഗ് ബി സി ഞാൻ എടുക്കുന്നു അല്ലേ? എന്താ ബി സിയുടെ ഇക്വേഷൻ വരിക? യെസ്, ബി സ്റ്റാർട്ടിങ് ഫ്രം ബി എൻഡിങ് ഇൻ സി അല്ലേ? ഒ സി മൈനസ് ഒ ബി ആണ് വരിക. ഓക്കെ, വാട്ട് ഈസ് ഒ സി മൈനസ് ഒ ബി? ദിസ് ഈസ് ഒ സി ആൻഡ് ദിസ് ഈസ് ഒ ബി. i - 2i - i -3i -j -3i + j -3i + j will be -2j. Here -5 - k that is -6k. Okay, so I got vector BC as എത്ര കിട്ടി? -i -2j -6k അല്ലേ? ഇവിടെയും നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി വിൽ ബി ഈക്വൽ ടു അല്ലേ? റൂട്ട് ഓവർ -1ൻ്റെ സ്ക്വയർ 1, -2ൻ്റെ സ്ക്വയർ 4, -6ൻ്റെ സ്ക്വയർ എത്ര വരിക? 36 അല്ലേ? വിൽ ഗെറ്റ് ആസ് √41. ഓക്കെ, അപ്പോൾ നമുക്ക് ബി സി കിട്ടി. ബി സി ഈസ് √41. ഓക്കെ, ഇനി നമുക്കൊരു സൈഡും കൂടി ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് എ ബി. ഇപ്പോൾ എ ബി എങ്ങനെ കണ്ടുപിടിക്കും? ഒ ബി മൈനസ് ഒ എ, ടെർമിനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് അല്ലേ? ബി മൈനസ് എ, 2i - 3i വിൽ ബി -i -j -4j -j + 4j വരെ അല്ലേ? ദാറ്റ് ഈസ് 3j ആൻഡ് ഹിയർ k -4k k + 4k എത്ര വരും? 5k. ഓക്കെ, സോ എ ബി എന്നുള്ള വെക്ടർ ക്യാൻ ബി ടേക്കൺ. നമുക്ക് എത്ര കിട്ടി? എ ബി സി ഈക്വൽ ടു എത്ര കിട്ടി? യെസ്, -i + 3j + 5k കിട്ടി അല്ലേ? അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി സി ഈക്വൽ ടു റൂട്ട് ഓവർ യെസ് -1ൻ്റെ സ്ക്വയർ 1, 3യുടെ സ്ക്വയർ 9, 5 × 25 I got as √36 അല്ലേ? √36 is 6 itself അല്ലേ? സോ √35. ഓക്കെ, അപ്പോൾ എനിക്ക് 3 സൈഡ് കിട്ടി അല്ലേ? ഐ ഗോട്ട് 3 സൈഡ് കിട്ടി. ഫസ്റ്റ് സൈഡ് ഒരു സൈഡ് 6,
ഒരു സൈഡ് 41, ഒരു സൈഡ് 35, റൂട്ട് 35. ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറം ഒബേ ചെയ്യുന്ന ട്രയാങ്കിൾസിന് നമുക്ക് എന്ത് വിളിക്കാം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കാം അല്ലേ? അതായത് രണ്ട് സൈഡിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ, വി ക്യാൻ ടേം ദറ്റ് സച്ച് ട്രയാങ്കിൾ ആസ് വി ക്യാൻ കൺസിഡർ സച്ച് ട്രയാങ്കിൾ ആസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഇപ്പോൾ ഇതിൽ രണ്ടിലും ചെറിയ രണ്ട് നമ്പേഴ്സ് പറയുന്നത് 6ഉം 35 ആണ് അല്ലേ? ഇപ്പോൾ ഇത് രണ്ടും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 35 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ അല്ലേ? സോറി, റൂട്ട് 6 ആണോ കിട്ടുന്നത്? യെസ്, റൂട്ട് 6. റൂട്ട് 35 സ്ക്വയർ പ്ലസ് റൂട്ട് 6 സ്ക്വയർ. വാട്ട് വിൽ ബി ഗെറ്റ്? റൂട്ട് 35 is 35, 6 സ്ക്വയർ is 6, we get 41. 41 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ അല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. സോ ഈ ABC എന്ന് പറയുന്ന പോയിൻറ്റ്സ്, ABC എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഫോം ചെയ്യുന്ന റെക്ടാങ്കിൾ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? പൈതഗോറസ് തിയറം ഒബേ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദിസ് ട്രയാങ്കിൾ ഫോംഡ് ബൈ A, B and C, ട്രയാങ്കിൾ ഫോംഡ് ബൈ പോയിൻറ്റ്സ് A, B and C, എന്ത് ട്രയാങ്കിൾ ആണത്? വി ക്യാൻ സേ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഈ ഒരു എക്സസൈസ് 7.2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റുകൾ കേട്ടോ. പൊസിഷൻ വെക്ടർ എന്താണ്, ഡയറക്ഷൻ കൊസൈൻസ്, റേഷ്യോസ്, ഡയറക്ഷൻ ആംഗിൾസ്, വെക്ടർ ജോയിനിങ് ടു പോയിൻറ്റ്സ്, സെക്ഷൻ ഫോർമുല, ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു, യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നു, ദെൻ പിന്നെന്താ പഠിച്ചത്? വെക്ടർ അഡീഷൻ, രണ്ട് വെക്ടറിൻ്റെ കമ്പോണൻറ്റ് ഫോം തരുമ്പോൾ എങ്ങനെ അഡീഷൻ ചെയ്യുന്നു, കൊളീനിയാരിറ്റി പ്രോപ്പർട്ടി അല്ലേ, രണ്ട് വെക്ടേഴ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ വി ക്യാൻ സേ ദേ ആർ പാരലൽ. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഈ എക്സസൈസ് 7.2 ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ വെക്ടേഴ്സ് നമുക്ക് രണ്ട് തരത്തിൽ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ആൻഡ് വൺ ഈസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ആൻഡ് അതർ വൺ ഈസ് ക്രോസ് പ്രൊഡക്റ്റ് അഥവാ വെക്ടർ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ.